പുറം ലോകത്ത് നിന്ന് 50 വർഷം മുമ്പ് മുറിഞ്ഞുപോയ ഒരു ബന്ധം പോലെയാണ് കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോരത്തുള്ള കണ്ണീർപ്പാടം എസ്റ്റേറ്റ്. അക്ഷരാർത്ഥത്തിൽ കണ്ണീർപ്പാടം തന്നെ. ഒരു കാലത്ത് നൂറുകണക്കിന് തൊഴിലാളികളുടെ വിയർപ്പും ഉണങ്ങിയ റബ്ബർ ഷീറ്റുകളുടെ മണവും നിറഞ്ഞ ഈ സ്ഥലം ഇന്ന് കട്ടിയായ ഇരുട്ടും മൗനവും മാത്രം പേറുന്നു. ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന റബ്ബർ മരങ്ങൾ, അവയുടെ തലപ്പുകൾ ആകാശത്തെ പൂർണ്ണമായും മറയ്ക്കുന്നതുകൊണ്ട് സൂര്യപ്രകാശം പോലും തറയിലെത്താൻ മടിച്ചു നിൽക്കും. അവിടെ എപ്പോഴും ഒരു സന്ധ്യാസമയമാണ്, അഥവാ ഇരുട്ട് കട്ടിയായി നിൽക്കുന്നു. ശ്രീധരൻ മാഷ് ഏകദേശം 65 വയസ്സ് പ്രായം. ഈ എസ്റ്റേറ്റിലെ ഉടമകളായിരുന്ന തമിഴ്നാട്ടിലെ ചെട്ടിയാർ കുടുംബത്തിന്റെ വിശ്വസ്തനായ കാവൽക്കാരൻ. എസ്റ്റേറ്റ് പൂട്ടിപ്പോയെങ്കിലും മാസത്തിലൊരിക്കൽ പണമെത്തിക്കുന്ന ഏജന്റിനു വേണ്ടിയും തോട്ടത്തിലെ ലക്ഷക്കണക്കിന് മരങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടാതിരിക്കാനും മാഷ് അവിടെ തന്നെ തുടർന്നു. അദ്ദേഹത്തിന് പോകാൻ മറ്റൊരിടമില്ലായിരുന്നു എന്നതും ഒരു സത്യമാണ്. 20-ാം വയസ്സിൽ റബ്ബർ തൈ നട്ടതു മുതൽ മാഷ് ഈ മണ്ണിന്റെ ഭാഗമാണ്. പലരും അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്, മാഷേ, ഒറ്റയ്ക്ക് ആ വലിയ കാടിനുള്ളിൽ കിടക്കാൻ നിങ്ങൾക്ക് പേടിയില്ലേ എന്ന്. അദ്ദേഹം ചിരിക്കും. ആ ചിരിയിൽ ഒരു നെടുവീർപ്പുണ്ടാകും. ഇവിടെ ഉള്ളതിനേക്കാൾ വലിയ പേടി അപ്പുറം ലോകത്തുണ്ടോ മക്കളെ? പേടിയുള്ളവരൊക്കെ ഇവിടുന്ന് പോയി. ഇപ്പോൾ പേടിക്കാൻ ആളില്ല, പിന്നെ എന്തിനാ പേടിക്കുന്നേ? പക്ഷേ ശ്രീധരൻ മാഷിന്റെ വാക്കുകളിലെ ധൈര്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു താങ്ങ് മാത്രമായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി തോട്ടത്തിനുള്ളിൽ എന്തോ ഉണ്ട്, മാഷിന്റെ ഉറക്കം കെടുത്തുന്ന എന്തോ ഒന്ന്. മാഷ് താമസിച്ചിരുന്നത് എസ്റ്റേറ്റിന്റെ പഴയ മാനേജർ ബംഗ്ലാവിന്റെ അരികിലായി പണി കഴിപ്പിച്ച ചെറിയൊരു ഒറ്റമുറി ക്വാർട്ടേഴ്സിലാണ്. ബംഗ്ലാവ് ഇപ്പോൾ ദ്രവിച്ച തടികളും പൊട്ടിയ ജനൽ ചില്ലുകളും അകത്തെ നിശബ്ദതയിൽ കേൾക്കുന്ന പല്ലികളുടെ ചിലപ്പുമായി ഒരു പ്രേതാലയം കണക്കെ നിൽക്കുന്നു. ക്വാർട്ടേഴ്സിന് ചുറ്റും ഒരു ചെറിയ വേലിയുണ്ട്, രാത്രിയിൽ കാട്ടുമൃഗങ്ങൾ വരാതിരിക്കാൻ. അന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു. റബ്ബർ ടാപ്പിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞായറാഴ്ച അവധിയാണ്. എസ്റ്റേറ്റ് ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഞായറാഴ്ച പോലെയാണ്. ശ്രീധരൻ മാഷ് സായാഹ്ന ഭക്ഷണം കഴിഞ്ഞ് ഹാളിലെ തടിബെഞ്ചിൽ കിടന്ന് കണ്ണടച്ചു. പുറത്ത് മഴ ചാറി തുടങ്ങിയിരുന്നു. റബ്ബറിന്റെ ഇലകളിൽ തട്ടി താഴേക്ക് വരുന്ന മഴത്തുള്ളികൾ പ്രത്യേക താളത്തിൽ ശബ്ദമുണ്ടാക്കി. ഈ താളം മാഷിന് പരിചിതമാണ്, ഇഷ്ടവുമാണ്. അത് കേട്ടാൽ എളുപ്പത്തിൽ ഉറങ്ങും. അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. വളരെ നേർത്ത ശബ്ദം. പക്ഷെ മാഷിന്റെ ചെവിയിൽ അത് ഇടിമിന്നൽ പോലെ പതിച്ചു. ആ ശബ്ദം കേൾക്കാൻ പാടില്ലായിരുന്നു. കാരണം അത് റബ്ബർ മരത്തിൽ ടാപ്പിംഗ് കത്തി കൊണ്ട് വെട്ടുന്ന ശബ്ദമാണ്. ശബ്ദം കേട്ട് മാഷ് ചാടി എഴുന്നേറ്റു. നെഞ്ചിലൂടെ ഒരു തണുത്ത നീരുറവ ഒഴുകിപ്പോയതുപോലെ തോന്നി. ഇതിപ്പോ ആരാണ് ടാപ്പിംഗ്? മാഷ് സ്വയം ചോദിച്ചു. ഈ തോട്ടത്തിൽ കഴിഞ്ഞ 3 വർഷമായി റബ്ബർ ടാപ്പിംഗ് നടക്കുന്നില്ല. റബ്ബർ ഷീറ്റ് ഉണക്കുന്ന ഷെഡുകൾ പോലും തകർന്നടർന്നു വീണിരുന്നു. ടാപ്പിംഗ് കത്തികളെല്ലാം മാനേജർ ബംഗ്ലാവിന്റെ സ്റ്റോർ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ആർക്കും പ്രവേശനമില്ല. ശ്രീധരൻ മാഷ് കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്ന പഴയ ടോർച്ച് എടുത്തു. പുറത്ത് മഴയുടെ ശക്തി കൂടുന്നുണ്ടായിരുന്നു. വീണ്ടും ആ ശബ്ദം, ഇത്തവണ കൂടുതൽ വ്യക്തമായി. മാഷ് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. മഴ ചാറുന്നതുകൊണ്ട് തണുത്ത കാറ്റ് മുഖത്തടിച്ചു. മുന്നിൽ ഇരുട്ട് കൂടുകയായിരുന്നു. എസ്റ്റേറ്റിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏകദേശം 500 മീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ക്വാർട്ടേഴ്സ്. ചുറ്റും റബ്ബർ മരങ്ങൾ തിങ്ങി നിൽക്കുന്നു. ആ ശബ്ദം വരുന്നത് എസ്റ്റേറ്റിന്റെ ഏറ്റവും പഴക്കം ചെന്ന തെക്കുകിഴക്കൻ ബ്ലോക്ക് എന്ന് വിളിക്കുന്ന ഭാഗത്തു നിന്നാണ്. അവിടെയാണ് ആ തോട്ടത്തിലെ ആദ്യത്തെ റബ്ബർ മരം നട്ടത്. ആ ഭാഗത്തേക്ക് അധികമാരും പോകാറില്ല. അവിടുത്തെ മരങ്ങൾക്കെല്ലാം 1 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാഷ് ടോർച്ച് തെളിച്ച് റബ്ബർ മരങ്ങൾക്കിടയിലൂടെ നടന്നു. നടക്കുമ്പോൾ മാഷിന്റെ മനസ്സിൽ പല ചിന്തകളും വന്നുപോയി. ഏതെങ്കിലും കള്ളന്മാർ റബ്ബർ വെട്ടി കറ എടുക്കാൻ വന്നതാണോ? റബ്ബറിന്റെ വില ഇപ്പോൾ കുറവല്ലേ, ആരും വരാൻ വഴിയില്ല. പക്ഷേ കള്ളനാണെങ്കിൽ അവനിങ്ങനെ മഴയുള്ളപ്പോൾ ഒളിച്ചും പാത്തും ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തോട്ടം മുഴുവൻ വിജനമല്ലേ. മാഷ് ഓരോ ചൂട് വയ്ക്കുമ്പോഴും ഇലകൾക്കിടയിൽ ചവിട്ടി ശബ്ദമുണ്ടാക്കി. കാറ്റിന്റെ ശബ്ദം കാരണം മറ്റെന്തെങ്കിലും ശബ്ദം കേൾക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അയാൾ ബ്ലോക്കിനടുത്തേക്ക് എത്തി. ഇരുട്ട് കാരണം ഒന്നും വ്യക്തമായി കാണുന്നില്ല. മാഷ് ടോർച്ച് മരങ്ങളിലേക്ക് തിരിച്ചടിച്ചപ്പോൾ എല്ലാം റബ്ബർ മരങ്ങൾ മാത്രം. നിരയൊപ്പിച്ച് വെച്ച് പിടിപ്പിച്ച മരങ്ങൾ, അവയല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോഴാണ് ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് നേർത്ത ആ ശബ്ദം കേട്ടത്. അതും വളരെ വ്യക്തമായി. ആദ്യത്തെ 3 വെട്ടുകൾ, പിന്നെ ഒരു നേർത്ത ഇഴച്ചിൽ. അത് വെട്ടിയ റബ്ബർ തൊലി അടർന്നു വീഴുന്നതിന്റെ ശബ്ദമാണ്. മാഷ് ആ ശബ്ദം കേട്ട മരത്തിലേക്ക് തന്നെ കൃത്യമായി ടോർച്ച് ലൈറ്റ് പതിപ്പിച്ചു. അവിടുത്തെ കാഴ്ച അദ്ദേഹത്തിന്റെ ധൈര്യം ചോർത്തിക്കളഞ്ഞു. അവിടെ ആരുമില്ല. ഒരു വെളിച്ചവും ആ മരത്തിന്റെ അടുത്ത് കാണുന്നില്ല. എന്നിട്ടും ആ മരത്തിൽ നിന്നും വെട്ടി വീണ തൊലി താഴെ വീഴുന്ന ശബ്ദം അദ്ദേഹം വ്യക്തമായി കേട്ടു. ശ്രീധരൻ മാഷിന്റെ കൈകൾ വിറച്ചു.
ടോർച്ച് നിലത്തേക്ക് വഴുതി വീഴാൻ പോയപ്പോൾ അയാൾ അത് മുറുകെ പിടിച്ചു. എൻ്റെ കൃഷ്ണ, മാഷ് അറിയാതെ പറഞ്ഞുപോയി. അയാൾ ആ മരത്തിൻ്റെ അടുത്തേക്ക് ധൈര്യം സംഭരിച്ച് ചെന്നു. മരത്തിൻ്റെ തടിയിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരു നേർത്ത പാട, ഒരു പുതിയ ടാപ്പിംഗ് വെട്ട്, അതിൽ നിന്ന് പാൽ നിറത്തിലുള്ള റബ്ബർ കറ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു? മാഷിൻ്റെ വായിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ആ ടാപ്പിംഗ് വെട്ടിന് താഴെ ചിരട്ട വെച്ച പാത്രം തൂക്കിയിട്ടിട്ടില്ല. അതുകൊണ്ട് കറ തറയിലേക്ക് ഒഴുകി മണ്ണിൽ വീണ് കട്ട പിടിക്കുന്നു. മാഷ് തൊട്ടു നോക്കി. കറയ്ക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. അത് അല്പം മുമ്പ് മാത്രം വെട്ടിയ കറയാണ്. 1 മണിക്കൂർ മുമ്പ് പോലും വെട്ടിയ കറയല്ല. ആളില്ലാത്ത ഈ മരത്തിലെങ്ങനെ വെട്ടുവന്നു? അന്ന് രാത്രി മാഷിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ക്വാർട്ടേഴ്സിനുള്ളിലെ മുറിയിൽ വാതിൽ ഭദ്രമായി അടച്ചിട്ട് വെളിച്ചം കെടുത്താതെ ഭിത്തിയിൽ ചാരിയിരുന്നു. ശബ്ദമില്ലാതെ ഒഴുകിയെത്തുന്ന റബ്ബർ കറയുടെ മണം തണുത്ത കാറ്റിൽ ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് കടന്നു വന്നു. ആ മണം മാഷിന്റെ തലച്ചോറിനെ മരവിപ്പിച്ചു. പണ്ട് തോട്ടത്തിലെ പഴയ ജീവനക്കാർ ഒരു കഥ പറയുമായിരുന്നു. ഈ തോട്ടത്തിലെ ആദ്യത്തെ തൊഴിലാളികളിൽ ഒരാൾ, പേര് വേലായുധൻ. അയാൾ തോട്ടത്തിലെ റബ്ബർ കറ മോഷ്ടിച്ചതിന് മാനേജർ അയാളെ ശിക്ഷിച്ചു. ആ ശിക്ഷയിൽ മനം നൊന്ത് വേലായുധൻ തൂങ്ങി മരിച്ചു. അതിനുശേഷം പലരും അയാളുടെ നിഴൽ ഈ മരങ്ങൾക്കിടയിൽ കണ്ടിട്ടുണ്ട് എന്ന്. രാത്രികാലങ്ങളിൽ റബ്ബർ കറ എടുക്കാൻ വരുന്ന വേലായുധന്റെ പ്രേതം. മാഷ് അതുവരെ അവിശ്വസിച്ച ഒരു കഥയായിരുന്നു അത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടുമുന്നിൽ ആ കഥ സത്യമാണെന്ന് വിളിച്ചു പറയുന്നു. പിറ്റേന്ന് രാവിലെ മാഷ് തെക്ക് കിഴക്കൻ ബ്ലോക്കിലേക്ക് പോയി. പുതിയ ടാപ്പിംഗ് വെട്ട് മാഞ്ഞിട്ടില്ല. മരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കറ വെളുത്ത കട്ടിയുള്ള പാടായി നിലത്ത് കിടക്കുന്നു. ഇത്തവണ മാഷ് ആ മരത്തിന് ചുറ്റും നടന്നു. എന്തെങ്കിലും കാൽപ്പാടുകളോ കത്തിയുടെ അടയാളങ്ങളോ ഉണ്ടോ എന്ന് നോക്കി. ഇല്ല, ഒന്നുമില്ല. തണുത്ത മണ്ണിൽ ഒരു കാൽപ്പാട് പോലും പതിഞ്ഞിട്ടില്ല. ടാപ്പിംഗ് ചെയ്യുന്നയാൾ, അവൻ അന്തരീക്ഷത്തിലൂടെ നടന്നുവോ? തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ മാഷ് പാടുപെട്ടു. അന്നുച്ചയോടെ മാഷ് തൻ്റെ ഏക സുഹൃത്തും അയൽക്കാരനുമായ കുഞ്ഞുരാമനെ കാണാൻ പോയി. എസ്റ്റേറ്റിൻ്റെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് കുഞ്ഞുരാമൻ്റെ വീട്. കുഞ്ഞുരാമൻ ഒരു കർഷകനാണ്. പക്ഷേ ഈ തോട്ടത്തിൻ്റെ ചരിത്രം നന്നായി അറിയാവുന്ന വ്യക്തിയാണ്. ടാപ്പിംഗ് നടക്കുന്നുണ്ടെന്നോ മാഷെ നിങ്ങൾ പറയുന്നേ? ആരാ വിട്ടുന്നേ? കുഞ്ഞുരാമൻ്റെ മുഖത്ത് അവിശ്വസനീയത നിറഞ്ഞു. ശ്രീധരൻ മാഷ് നടന്ന കാര്യങ്ങളെല്ലാം വിവരിച്ചു. ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. കുഞ്ഞുരാമൻ്റെ മുഖം വിളറി. അയാൾ ചുറ്റും നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു, മാഷേ, നിങ്ങളുടെ മനസ്സിൽ തോന്നിയ പേടിയാവും. അവിടെ എപ്പോഴേ ശാപം കയറി കിടക്കുന്ന കാടാ. ടാപ്പിംഗ് ചെയ്യാൻ ആരും വരില്ല. പണത്തിനു വേണ്ടി അവിടെ കറയെടുക്കാൻ പോയാൽ പിന്നെ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. എന്താ കുഞ്ഞുരാമ ഈ പറയുന്നേ? മാഷ് അസ്വസ്ഥനായി. മാഷേ, വേലായുധൻ്റെ കഥ നിങ്ങൾക്കറിയാലോ. അതിനുശേഷം ആരും ആ വഴി പോയിട്ടില്ല. അവിടെ വേലായുധൻ മാത്രമല്ല, വേറെയും ചിലതുണ്ട്. തോട്ടം അടച്ചുപൂട്ടാനുള്ള പ്രധാന കാരണം തൊഴിലാളികൾ പേടിച്ചോടിപ്പോയതാണ്. ചെട്ടിയാർ അതിനെക്കുറിച്ച് പുറത്തു പറഞ്ഞില്ലെന്നേ ഉള്ളൂ, കുഞ്ഞിരാമൻ പറഞ്ഞു. കുഞ്ഞിരാമൻ്റെ വാക്കുകൾ മാഷിൻ്റെ ഭയം ഇരട്ടിയാക്കി. 1 വർഷം മുമ്പ് തോട്ടത്തിൽ തേങ്ങ പറിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ പേര് സുധാകരൻ. പിന്നെ അവൻ മടങ്ങി വന്നില്ല. പോലീസ് അന്വേഷിച്ചു, പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. തോട്ടത്തിലെ ഉണക്കുപുരയുടെ ഭാഗത്തു നിന്ന് അവൻ്റെ ചെരുപ്പ് മാത്രം കിട്ടി. ആളനക്കമില്ലാത്ത കാട്ടിൽ അവൻ എങ്ങോട്ട് പോയി? കുഞ്ഞുരാമൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. മാഷേ, അവിടെ അങ്ങനെയുള്ള കളികൾ നടക്കുന്നുണ്ട്. ഞാൻ കേട്ടത് റബ്ബർ മരങ്ങളിൽ കറയെടുക്കാൻ വരുന്നവരെ അവിടെയുള്ളത് കൊല്ലുമെന്നാണ്. കാരണം ആ തോട്ടത്തിൽ നിന്ന് ലാഭമെടുക്കാൻ ആർക്കും അനുവാദമില്ല. ആ കറ, അതിനെ അയാൾ സ്വന്തമായി കരുതിയിരിക്കുന്നു. ശ്രീധരൻ മാഷ് തൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചുപോയത് അങ്ങേയറ്റം ഭാരമുള്ള മനസ്സോടെയാണ്. പുറത്തു കണ്ട മഴയായിരുന്നില്ല അയാളുടെ നെഞ്ചിലെ തണുപ്പ്. അത് കുഞ്ഞുരാമൻ്റെ വാക്കുകൾ മനസ്സിൽ തറച്ചതിൻ്റെ തണുപ്പായിരുന്നു. അന്ന് രാത്രി മാഷ് ഒരു തീരുമാനമെടുത്തു. ഇന്ന് ടാപ്പിംഗ് ശബ്ദം കേട്ടാൽ പേടിച്ചിരിക്കില്ല. പുറത്തു പോകും. ആരാണത് ചെയ്യുന്നതെന്ന് നേരിട്ട് കാണണം. കള്ളനാണെങ്കിൽ അവനെ പിടിക്കാം. പ്രേതമാണെങ്കിൽ ഒരു ഭ്രാന്തന് മാത്രമേ പ്രേതത്തെ നേരിടാൻ ധൈര്യമുണ്ടാകൂ. ഇന്ന് ആ ഭ്രാന്ത് മാഷിന് സ്വന്തമായിരിക്കുന്നു. രാത്രി ഏകദേശം 1 മണി. 4 ഭാഗത്തും കട്ട പിടിച്ച ഇരുട്ട്. ഒരു മിന്നാമിന്നിങ്ങിൻ്റെ വെളിച്ചം പോലും എങ്ങുമില്ല. പുറത്ത് കാറ്റ് മാത്രം. മാഷ് ഉറങ്ങാതെ കട്ടിലിരുന്നു. കത്തിച്ചു വെച്ച റാന്തൽ വിളക്ക് മെല്ലെ കത്തുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. ഒരു ശബ്ദം. ഒച്ച കേട്ട് മാഷ് നിശ്ചലനായി. ഇത് ടാപ്പിംഗ് ശബ്ദമല്ല. ഇത് മണ്ണിലൂടെ ചെരുപ്പ് വലിച്ചിഴച്ച ഒരാൾ നടക്കുന്നതിൻ്റെ ശബ്ദമാണ്. ശബ്ദം ക്വാർട്ടേഴ്സിൻ്റെ അടുത്തേക്ക് വരുന്നു. മാഷ് റാന്തൽ വിളക്ക് കെടുത്തി. മുറിയിൽ പൂർണ്ണമായും ഇരുട്ടായി. അയാളുടെ നെഞ്ചിടിപ്പ് ചെവിക്കുള്ളിൽ മുഴങ്ങി. ആ ശബ്ദം ക്വാർട്ടേഴ്സിൻ്റെ വാതിലിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. അനക്കം നിലച്ചു. ശ്രീധരൻ മാഷ് ശ്വാസം അടക്കി പിടിച്ചു. കയ്യിലെ ടോർച്ചിൽ അയാൾ മുറുകെ പിടിച്ചിരുന്നു. വാതിലിൽ മെല്ലെ ഒരു തട്ട് കേട്ടു. ഇരുട്ടിൽ മാഷിൻ്റെ കണ്ണുകൾ വാതിലിലേക്ക് തന്നെ ഉറ്റുനോക്കി.
ആരാ? മാഷിൻ്റെ ശബ്ദം തൊണ്ടയിൽ നിന്നും ഒരു ഞരക്കത്തോടെ പുറത്തേക്ക് വന്നു. മറുപടിയില്ല. വീണ്ടും തട്ട്, ഇത്തവണ അല്പം കൂടി ശക്തിയിൽ. ഞാൻ പോലീസിനെ വിളിക്കും. ആരാണെങ്കിലും ഉടനെ പുറത്തു പോകണം. മാഷ് ശബ്ദമുയർത്തി പറയാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം വിറച്ചുപോയി. പെട്ടെന്ന് തട്ടലിൻ്റെ രീതി മാറി. അത് ഒരു വിരൽ കൊണ്ട് വാതിലിൽ മെല്ലെ ഉരസുന്നതുപോലെയായി. ഒരു പൂച്ചയോ മറ്റോ ആണെന്ന് തോന്നിപ്പോകും. പക്ഷേ ആ ഉരസലിന് ഒരു താളമുണ്ട്, ഒരു പഴയ പാട്ടിൻ്റെ താളം. മാഷിൻ്റെ മനസ്സിൽ ഭയം വേലിയേറ്റം പോലെ ഉയർന്നു. അദ്ദേഹം ആ പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ട്. അത് വേലായുധൻ സ്ഥിരമായി പാടിയിരുന്ന പാട്ടായിരുന്നു. തോട്ടം തൊഴിലാളികൾ വിശ്രമിക്കുമ്പോൾ പാടിയിരുന്ന പാട്ട്. പുറത്തുനിന്ന് ലോഹങ്ങൾ തമ്മിൽ ഉരസുന്ന നേർത്ത ശബ്ദം. ഒരു റബ്ബർ ടാപ്പിംഗ് കത്തി കറയെടുക്കുന്ന പാത്രത്തിൽ ഉരസുന്ന ശബ്ദം. അതൊരു സുവർണാവസരമായിരുന്നു. മാഷ് ടോർച്ച് തെളിച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി. ആരാണെങ്കിലും, വേലായുധൻ്റെ പ്രേതമാണെങ്കിലും അയാൾക്ക് ഇന്നതറിയണം. പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല. വാതിലിൻ്റെ തൊട്ടുമുന്നിൽ റബ്ബർ മരങ്ങളുടെ ഇലകളിൽ തട്ടിവരുന്ന തണുത്ത കാറ്റ് മാത്രം. ഹേയ്, ആരാവിടെ? മര്യാദയ്ക്ക് പുറത്തു വാ! മാഷ് അലറി വിളിച്ചു. മറുപടിയില്ല. മാഷ് ക്വാർട്ടേഴ്സിൻ്റെ ചുറ്റും ടോർച്ച് വെളിച്ചം വീശി. ദൂരെ തെക്ക് കിഴക്കൻ ബ്ലോക്കിലെ മരങ്ങൾ മാത്രം. അയാൾക്കപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ആ ശബ്ദം അതൊരിക്കലും വാതിലിൽ നിന്നായിരുന്നില്ല. അത് തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു. പുറത്ത് ഒരു തട്ടും കേട്ടില്ല. അതൊരു തോന്നലായിരുന്നു. മാഷ് ടോർച്ച് ഓഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാളുടെ ശ്രദ്ധ തറയിലേക്ക് പോയി. നനഞ്ഞ തറയിൽ മണ്ണിൽ വെള്ളം വീണതിൻ്റെ പാടുകൾ. ക്വാർട്ടേഴ്സിലേക്ക് വരുന്ന വഴിയിൽ ഈർപ്പം കൂടുതലാണ്. പക്ഷേ മാഷിൻ്റെ വാതിലിൻ്റെ തൊട്ടുമുന്നിൽ 2 കാൽപ്പാടുകൾ. ചെളി പുരണ്ട മനുഷ്യൻ്റെ കാൽപ്പാടുകൾ. അവ അവിടേക്ക് വന്നതിൻ്റെയോ തിരികെ പോയതിൻ്റെയോ അടയാളങ്ങൾ ഒന്നുമില്ല. ആ കാൽപ്പാടുകൾ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടതുപോലെ. കൂടുതൽ ഭയപ്പെടുത്തുന്നത് അതല്ല, ആ കാൽപ്പാടുകൾ തികച്ചും വിപരീത ദിശകളിലാണ്. ഒന്ന് ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, മറ്റൊന്ന് അതിനോട് ചേർന്ന് തന്നെ പുറത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഒരേ വ്യക്തിയുടെ കാൽപ്പാടുകളാണോ ഇത്? അതോ 2 പേർ വന്നതോ? ഒരാൾ അകത്തുനിന്ന് നോക്കി തിരിച്ചു പോയതാണെങ്കിൽ അതിനർത്ഥം തൻ്റെ പുറകിലായി ഒരാൾ നിന്നിട്ടുണ്ട് എന്നല്ലേ? ശ്രീധരൻ മാഷ് തിരിഞ്ഞു നോക്കി. അയാളുടെ പുറകിൽ റബ്ബർ മരങ്ങൾ മാത്രം. അദ്ദേഹം വേഗം വീടിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. പിന്നെ മുറിയിലെ തറയിലിരുന്നു. നെഞ്ചുരുകുന്ന ഭയം അയാളുടെ ശരീരം മുഴുവൻ നിറഞ്ഞു. അയാൾ മനസ്സിൽ പറഞ്ഞു, ഈ തോട്ടം, ഇവിടുത്തെ നിഗൂഢതകൾ, ഇത് എൻ്റെ കഴിവിനപ്പുറമാണ്. പിന്നീടുള്ള ദിവസങ്ങൾ മാഷിനെ സംബന്ധിച്ചിടത്തോളം നരകതുല്യമായിരുന്നു. ഓരോ ദിവസവും രാത്രിയാകുമ്പോൾ ആ തണുത്ത കാൽപ്പാടുകൾ അയാളുടെ ഓർമ്മയിലേക്ക് വരും. ഒരു ദിവസം ബുധനാഴ്ച മാഷിന് സാധനങ്ങൾ വാങ്ങാൻ ടൗണിലേക്ക് പോകേണ്ടി വന്നു. എസ്റ്റേറ്റിൻ്റെ ഗേറ്റ് പൂട്ടി മാഷ് തൻ്റെ സൈക്കിളിൽ ടൗണിലേക്ക് പോയി. ടൗണിൽ നിന്ന് തിരികെ വരുമ്പോൾ വൈകുന്നേരം 4 മണിയായി. എസ്റ്റേറ്റിൻ്റെ കവാടം കടന്ന് ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോൾ മാഷിന് ഒരു ദുർഗന്ധം അനുഭവപ്പെട്ടു. റബ്ബർ കറയുടെ മണമല്ലാതെ അത് ചീഞ്ഞളിഞ്ഞ മാംസത്തിൻ്റെ മണം പോലെയായിരുന്നു. മാഷിൻ്റെ മനസ്സിലൊരു ഞെട്ടൽ. വല്ല കാട്ടുമൃഗവും ചത്തുകിടക്കുന്നുണ്ടാവുമോ? ദുർഗന്ധം വരുന്നത് ഉണക്കുപുരയുടെ ഭാഗത്തു നിന്നാണ്. പഴയ ഉണക്കുപുര. അവിടെ നിന്നാണ് സുധാകരൻ്റെ ചെരുപ്പ് കിട്ടിയത്. മാഷ് സൈക്കിൾ നിർത്തി ടോർച്ചെടുത്ത് ഉണക്കുപുരയുടെ അടുത്തേക്ക് പോയി. തകർന്നു കിടന്നിരുന്ന കെട്ടിടത്തിൻ്റെ അകത്തേക്ക് മാഷ് ടോർച്ച് വെളിച്ചം അടിച്ചു. കാഴ്ച അവിശ്വസനീയവും ഭയപ്പെടുത്തുന്നതുമായിരുന്നു. ഉണക്കുപുരയുടെ അകത്ത് നിലത്ത് ഉണങ്ങിയ റബ്ബർ ഷീറ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഒരാൾ മലർന്നു കിടക്കുന്നു. വളരെ പഴയതും കീറിപ്പറഞ്ഞതുമായ ഒരു മുണ്ട്, നിറം മങ്ങിപ്പോയ ഒരു ഷർട്ട്. മുഖം പൂർണ്ണമായി ചീർത്ത് വികൃതമായിരിക്കുന്നു. ശരീരം തടിച്ച് അതിൽ നിന്ന് നീരൊഴുകുന്നു. അതൊരു മനുഷ്യനായിരുന്നു. മാഷ് നിലവിളിച്ചുപോയി. അയാൾ പെട്ടെന്ന് പുറകിലേക്ക് ഓടി. സൈക്കിളിൽ കയറി ടൗണിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. പോലീസ് വന്നു മൃതദേഹം കണ്ടെത്തിയപ്പോൾ എല്ലാവരും ഞെട്ടി. ഇത് വേലായുധൻ്റെ മകനായ കണ്ണനല്ലേ? ഇവനെ 10 വർഷം മുമ്പ് ഈ തോട്ടത്തിൽ വെച്ച് കാണാതായതല്ലേ? ഒരു പോലീസുകാരൻ പറഞ്ഞു. ആരെയും വിശ്വസിക്കാൻ കഴിയാതെ ശ്രീധരൻ മാഷ് തളർന്നുപോയി. ഈ മൃതദേഹം എങ്ങനെ 1 വർഷം മുമ്പ് കാണാതായ സുധാകരൻ്റെ ചെരുപ്പിനടുത്തെത്തിച്ചേർന്നു? കൂടുതൽ ഞെട്ടിക്കുന്നൊരു വസ്തുത പോലീസ് കണ്ടെത്തി. കണ്ണൻ്റെ ശരീരം ഉണക്കുപുരയിലെ റബ്ബർ ഷീറ്റിൽ കിടക്കുകയായിരുന്നു. ആ ഷീറ്റിൽ ഒരു ടാപ്പിംഗ് കത്തി വരച്ചതുപോലെ ഒരു അടയാളം, ഒരു നേർത്ത പാട. ആ റബ്ബർ ഷീറ്റ് കണ്ണൻ്റെ നെഞ്ചിൽ ഒട്ടിച്ചേർന്നിരുന്നു. അത് വലിച്ചെടുത്തപ്പോൾ കണ്ണൻ്റെ നെഞ്ചിൽ ആഴത്തിലൊരു മുറിവ്, ടാപ്പിംഗ് കത്തിയുടെ വെട്ടുപോലെ ഒരു മുറിവ്. അവിടെയുണ്ടായിരുന്ന പോലീസുകാർ പോലും പരസ്പരം നോക്കി. ഇത് ഒരു കൊലപാതകമാണോ? ഇൻസ്പെക്ടർ ശ്രീധരൻ മാഷിൻ്റെ അടുത്തേക്ക് വന്നു. മാഷെ, നിങ്ങൾ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടിരുന്നോ? ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഇൻസ്പെക്ടർ ചോദിച്ചു. മാഷ് മനസ്സിൽ വിചാരിച്ചു, ഇവിടെ വേലായുധൻ വന്നിരുന്നു, കണ്ണൻ വന്നിരുന്നു, ഇനി സുധാകരനും വരും.
മാഷ് പോലീസിനോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, ഭ്രാന്താണെന്ന് പറയും. പക്ഷേ ഇൻസ്പെക്ടർ കണ്ണൻ്റെ മൃതദേഹം കിടന്നിരുന്ന സ്ഥലത്തേക്ക് തിരികെ പോയപ്പോൾ മാഷ് ഒരു കാര്യം കണ്ടു. ഉണക്കുപുരയുടെ തകർന്ന ഭിത്തിയിൽ കട്ടിയായ ചുവന്ന നിറത്തിൽ എന്തോ എഴുതിയിരിക്കുന്നു. റബ്ബർ കറ കട്ട പിടിച്ചതുപോലെ. അതിൽ എഴുതിയിരിക്കുന്നത് ഒരു വാക്കാണ്: കറ എൻ്റേതാണ്. മാഷിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ഭയം അയാളുടെ ബോധം കെടുത്തി. കണ്ണൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കണ്ണീർപ്പാടം എസ്റ്റേറ്റിൻ്റെ ഭീകരതയെക്കുറിച്ച് പുറം ലോകത്ത് ഒരു നേരിയ മർമ്മരം പോലും ഉണ്ടാക്കിയില്ല. ഒരു തകർന്നുപോയ തോട്ടം, അവിടെ നടക്കുന്ന ഒറ്റപ്പെട്ട മരണം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശ്രദ്ധിക്കപ്പെടാത്ത കൊലപാതകമോ ദുരൂഹമായ ആത്മഹത്യയോ മാത്രമായിരുന്നു. ശ്രീധരൻ മാഷിൻ്റെ ബോധം മറഞ്ഞുപോയതുകൊണ്ട് ആ ഉണക്കുപുരയുടെ ഭിത്തിയിൽ എഴുതിയ കറ എൻ്റേത് എന്ന ഭീകരമായ സന്ദേശം അധികൃതരുടെ കണ്ണിൽപ്പെട്ടില്ല. ഒരുപക്ഷെ കണ്ടിരുന്നെങ്കിൽ പോലും അവർ അതൊരു ഭ്രാന്തൻ്റെ എഴുത്തായി തള്ളിക്കളഞ്ഞേനെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും ഒരുപോലെ അത്ഭുതപ്പെട്ടു. കണ്ണൻ്റെ മരണം സംഭവിച്ചിട്ട് ഏകദേശം 1 വർഷമെങ്കിലും ആയിരുന്നു. പക്ഷേ ശരീരത്തിൽ കണ്ട മുറിവ് അത് വളരെ പുതിയതായിരുന്നു. ഉണങ്ങിയ കറഷീറ്റ് വലിച്ചെടുത്തപ്പോൾ മാഷിന് തോന്നിയ ആ മുറിവ് ഒരു ടാപ്പിംഗ് കത്തിയുടെ വായ്ത്തലയുടെ ആഴമുള്ള വെട്ട്. 1 വർഷം മുമ്പ് മരിച്ച ശരീരം എങ്ങനെ പുതിയൊരു മുറിവ് പേറുന്നു? ഈ ചോദ്യത്തിന് ശാസ്ത്രത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. പോലീസ് കണ്ണൻ്റെ തിരോധാനത്തെക്കുറിച്ചുള്ള പഴയ ഫയലുകൾ പൊടി തട്ടിയെടുത്തെങ്കിലും എസ്റ്റേറ്റിൻ്റെ നിഗൂഢമായ നിശബ്ദതയിൽ ആ അന്വേഷണവും എവിടെയോ അപ്രത്യക്ഷമായി. പോലീസുകാർ പോയതിനു ശേഷം ശ്രീധരൻ മാഷ് ക്വാർട്ടേഴ്സിൽ തനിച്ചായി. അദ്ദേഹത്തിന് ഇനി ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ സാധിക്കില്ല. ജനലിലൂടെയും വാതിലിലൂടെയും ഇരുട്ട് കൈകൾ നീട്ടി തന്നെ വലിച്ചിഴയ്ക്കാൻ വരുമെന്ന് മാഷ് ഭയന്നു. അദ്ദേഹം റാന്തൽ വിളക്ക് ശക്തിയായി കത്തിച്ചു വെച്ചു. പുറത്തേക്ക് നോക്കിയില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും വേലായുധത്തിൻ്റെ പ്രേതത്തിൻ്റെ ചിരിയോ അല്ലെങ്കിൽ കണ്ണൻ്റെ ചീഞ്ഞളിഞ്ഞ മുഖമോ അവിടെയുണ്ടെന്ന് മാഷ് ഉറച്ചു വിശ്വസിച്ചു. മാഷിന് ഒരു കാര്യം മനസ്സിലായിരുന്നു: ഈ എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥത ഒരു പ്രത്യേകതരം ശക്തിക്ക് കൈമാറിയിരിക്കുന്നു. റബ്ബർ കറ, അത് ഈ മണ്ണിൻ്റെ വിയർപ്പാണ്. ആ വിയർപ്പിൽ നിന്ന് ആരെങ്കിലും ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചാൽ ഈ പ്രേതം അവരെ തേടിയെത്തും. അതുകൊണ്ടാണ് ടാപ്പിംഗ് കത്തി കൊണ്ട് പുതിയ വെട്ടി ലഭിച്ച കണ്ണൻ്റെ മൃതദേഹം പോലും ഉണക്കുപുരയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതൊരു മുന്നറിയിപ്പാണ്. തോട്ടം പൂർണ്ണമായും അടച്ചിരുന്നതിനാൽ ഇനിയുടെ കറയെടുക്കാനോ മോഷണം നടത്താനോ ആരും വരില്ലെന്ന് മാഷ് ആശ്വസിച്ചു. പക്ഷെ ആ ആശ്വാസം അധികം നീണ്ടുനിന്നില്ല. ആ സംഭവം നടന്ന് 2ാമത്തെ രാത്രി മാഷ് തൻ്റെ ക്വാർട്ടേഴ്സിൽ വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു. പഴയ പൈനാപ്പിൾ കർഷകരുടെ പാട്ടുകൾ റേഡിയോയിൽ കേട്ട് സമയം തള്ളി നീക്കാൻ ശ്രമിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ തോട്ടത്തിനുള്ളിൽ നിന്ന് മറ്റൊരു ശബ്ദം കേട്ടു. അതൊരു ടാപ്പിംഗ് ശബ്ദമല്ല, അതൊരു മനുഷ്യൻ്റെ ശബ്ദവുമല്ല. അത് റബ്ബർ കറയുടെ പാത്രം വലിച്ചുകൊണ്ട് പോകുന്ന ശബ്ദമായിരുന്നു. ഒരു കിലുക്കം. കട്ടിയുള്ള ഇരുട്ടിൽ ആ കിലുക്കം കാറ്റിനൊപ്പം ഒഴുകിയെത്തി. ഒരാൾ വലിയൊരു കെട്ടുകറ പാത്രങ്ങൾ വലിച്ചുകൊണ്ടു പോകുന്നു. മാഷിൻ്റെ ഉള്ളിൽ ഭയം ഒരു തീജ്വാല പോലെ കത്തി. ആരാണിത്? വീണ്ടും ആരെങ്കിലും കറ മോഷ്ടിക്കാൻ വന്നതാണോ? വന്നാൽ അവൻ കൊല്ലപ്പെടും. അവനെ എനിക്ക് രക്ഷിക്കണം. മനുഷ്യജീവനോടുള്ള സഹാനുഭൂതി മാഷിൻ്റെ ഭയത്തേക്കാൾ വലുതായിരുന്നു. അയാൾ വേഗം ടോർച്ചെടുത്ത് വാതിൽ തുറന്നു. പുറത്ത് മഴ ചാറാൻ തുടങ്ങിയിരുന്നു. കിലുക്കത്തിൻ്റെ ശബ്ദം വരുന്നത് എസ്റ്റേറ്റിൻ്റെ മുകൾ ഭാഗത്തുള്ള ചെട്ടിയാരുടെ പഴയ ബംഗ്ലാവിൽ നിന്നാണ്. മാഷ് നനഞ്ഞ റബ്ബറിലകൾക്കിടയിലൂടെ ബംഗ്ലാവിൻ്റെ അടുത്തേക്ക് നടന്നു. കാറ്റിൻ്റെ വേഗത കൂടുന്നതിനനുസരിച്ച് റബ്ബർ മരങ്ങൾ ഉച്ചത്തിൽ അലറി. അത് പ്രേതങ്ങളുടെ നിലവിളി പോലെ തോന്നി. ബംഗ്ലാവിൻ്റെ വലിയ തടിവാതിൽ പാതി തുറന്നു കിടക്കുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മഞ്ഞ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. റാന്തൽ വിളക്കിൻ്റെ വെളിച്ചമാണ്. ആരാവിടെ? ആരെങ്കിലും ഉണ്ടോ? മാഷ് വിളിച്ചു ചോദിച്ചു. മറുപടിയില്ല. കിലുക്കത്തിൻ്റെ ശബ്ദവും നിലച്ചു. മാഷ് വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. ബംഗ്ലാവിൻ്റെ അകത്ത് ചീഞ്ഞ തടിയുടെയും പഴയ പേപ്പറുകളുടെയും ഒപ്പം ശക്തമായ റബ്ബർ കറയുടെയും മണം. വെളിച്ചം വരുന്നത് പഴയ മാനേജറുടെ ഓഫീസ് മുറിയിൽ നിന്നാണ്. മാഷ് മെല്ലെ ആ മുറിയുടെ വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. വാതിൽ പാതി തുറന്നു കിടക്കുന്നു. മാഷ് ടോർച്ച് ഓഫ് ചെയ്തു. മെല്ലെ വാതിലിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ വലിയ തടിമേശയ്ക്ക് മുന്നിൽ ഒരാളിരിക്കുന്നു. അയാൾ ഒരു കറുത്ത കോട്ടും വെള്ള ഷർട്ടും ധരിച്ചിരുന്നു. തലയിൽ വലിയൊരു തൊപ്പി. അത് പഴയ ചെട്ടിയാരുടെ വേഷമാണ്. അയാൾ പുറംതിരിഞ്ഞാണിരിക്കുന്നത്. അതുകൊണ്ട് മാഷിന് മുഖം കാണാൻ സാധിച്ചില്ല. ആ വ്യക്തി മേശപ്പുറത്ത് കിടന്ന വലിയ കണക്കെഴുത്ത് പുസ്തകത്തിൽ എന്തോ എഴുതുകയാണ്. എഴുതുമ്പോൾ തൂലിക പേപ്പറിൽ ഉരസുന്ന നേരിയ ശബ്ദം കേൾക്കാം. മാഷ് ശ്വാസമടക്കി പിടിച്ചു. ഇത് ചെട്ടിയാരുടെ ആത്മാവാണോ? അതോ? മാഷ് ധൈര്യം സംഭരിച്ച് ശബ്ദം താഴ്ത്തി വിളിച്ചു. ആരാ അത്? ബംഗ്ലാവിൽ നിങ്ങൾ എന്തിനാണിരിക്കുന്നത്? ആ വ്യക്തി എഴുത്തു നിർത്തി. അയാൾ തലയുയർത്തി. വളരെ മെല്ലെ ഒരു യന്ത്രം തിരിയുന്നതുപോലെ കസാര മാഷിൻ്റെ നേർക്ക് തിരിച്ചു. മാഷിൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അയാളുടെ മുഖം, അവിടെ മുഖമില്ല.
തൊപ്പിക്കുള്ളിൽ നിന്ന് താഴേക്ക് കട്ടിയായ ഇരുട്ട് മാത്രം. ഷർട്ടിന്റെ കോളറിന് മുകളിലേക്ക് ഒരു തലയുടെ ആകൃതിയിൽ റബ്ബർ കറ കട്ട പിടിച്ചതുപോലെ ഒരു രൂപം. ആ രൂപം മാഷിനെ നോക്കി. അതിന്റെ വായിൽ നിന്ന് ശബ്ദം വന്നില്ല. പക്ഷേ മാഷിന്റെ ചെവിക്കുള്ളിൽ ആ വാക്ക് മുഴങ്ങി. ആര്? നീയാണോ കറ മോഷ്ടിക്കാൻ വന്നത്? മാഷ് പുറകിലേക്ക് ഒരടി വെച്ചു. അയാളുടെ ശരീരം വിറച്ചു. കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. ഞാനല്ല, ഞാൻ ഇവിടുത്തെ കാവൽക്കാരനാണ്. ഞാനിവിടെ ആരെയും കണ്ടില്ല, മാഷ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ രൂപം അനങ്ങിയില്ല. അത് തൻ്റെ കയ്യിലെ തൂലിക മേശപ്പുറത്തേക്ക് വെച്ചു. എന്നിട്ട് തൻ്റെ കൈ ഉയർത്തി മേശപ്പുറത്ത് തുറന്നു വെച്ചിരുന്ന ലെഡ്ജറിലേക്ക് ചൂണ്ടി. മാഷ് മെല്ലെ ആ ലെഡ്ജറിലേക്ക് നോക്കി. ഒരു പുതിയ പേജ് തുറന്നിരിക്കുന്നു. അതിൽ ചെട്ടിയാരുടെ കൈയക്ഷരത്തിൽ മഷി ഉപയോഗിച്ചെഴുതിയിരിക്കുന്നു: കണ്ണീർപ്പാടം എസ്റ്റേറ്റ്, ഇന്നത്തെ കണക്ക്. താഴെ വലിയ അക്ഷരത്തിൽ ഒരു ഭീമമായ സത്യം: നഷ്ടം 100%, ലാഭം 0. അതിനു താഴെ ആരോ പെൻസിൽ കൊണ്ട് കോറിയിട്ടതുപോലെ ഒരു വരി: ഈ തോട്ടത്തിൽ നിന്ന് ഒരു തുള്ളി ലാഭം പോലും ഉണ്ടാക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഇത് ശാപത്തിൻ്റെ മണ്ണാണ്. അവസാന വരിയിൽ ആ റബ്ബർ കര രൂപം സ്വന്തം കൈവിരൽ കൊണ്ട് കറുത്ത കട്ടിയായ ദ്രാവകം ഉപയോഗിച്ച് ഒപ്പിട്ടതുപോലെ ഒരു വലിയ അടയാളം. മാഷിൻ്റെ ശ്രദ്ധ വീണ്ടും ആ രൂപത്തിലേക്ക് തിരിഞ്ഞു. അയാൾ എഴുന്നേറ്റു. എന്നിട്ട് ബംഗ്ലാവിൻ്റെ വാതിലിലേക്ക് ചൂണ്ടി. പോവുക, എൻ്റെ കണക്കുകൾ പൂർത്തിയാക്കണം. ഈ തോട്ടത്തിലെ ഓരോ റബ്ബർ തുള്ളിക്കും അതിൻ്റെ ഉടമയെ അറിയാം. മാഷ് പേടിച്ച് ബംഗ്ലാവിലൂടെ പുറത്തേക്ക് ഓടി, റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ക്വാർട്ടേഴ്സിലേക്ക്. അപ്പോൾ തൻ്റെ പുറകിലായി പഴയ കറപ്പാത്രങ്ങൾ വലിച്ചിഴയ്ക്കുന്നതിൻ്റെ ഭീകരമായ ശബ്ദം മാഷ് വീണ്ടും കേട്ടു. അത് തന്നെ പിന്തുടരുന്നുണ്ടോ? മാഷ് തിരിഞ്ഞു നോക്കിയില്ല. ക്വാർട്ടേഴ്സിൻ്റെ വാതിലടച്ച് അതിനു കുറുകെ ഒരു കസാരയും തടിയും വെച്ച് ഭദ്രമാക്കി. അദ്ദേഹം കട്ടിലിൽ ചെന്നിരുന്ന് കിതപ്പടക്കി. ഇത് ചെട്ടിയാരുടെ പ്രേതമല്ല, ഇത് റബ്ബർ തോട്ടത്തിൻ്റെ ആത്മാവാണ്, കറയുടെ രൂപമാണ്. ശ്രീധരൻ മാഷിൻ്റെ മനസ്സിൽ ഒരു വലിയ ഭയം കയറിക്കൂടി. ഇനി ഈ തോട്ടത്തിൽ തങ്ങുന്നത് മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. പക്ഷേ മാഷിന് പോകാൻ ഒരിടമില്ല. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു എന്ന് പറയാമെങ്കിലും കട്ടിയായ മൂടൽമഞ്ഞ് കാരണം എസ്റ്റേറ്റിനുള്ളിൽ അപ്പോഴും സന്ധ്യ പോലെ തോന്നി. മാഷ് രാത്രി ഒരു പോള കണ്ണടച്ചില്ല. മാഷ് വീടിൻ്റെ പുറത്തേക്കിറങ്ങി. ഇന്നലെ രാത്രി ബംഗ്ലാവിൽ കണ്ടതെല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിലെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അയാൾ ബംഗ്ലാവിൻ്റെ അടുത്തേക്ക് നടന്നു. വാതിൽ തുറന്നു കിടക്കുന്നു. മാഷ് ഓഫീസ് റൂമിലേക്ക് ചെന്നു. തടിമേശപ്പുറത്ത് ലെഡ്ജർ പുസ്തകം അടഞ്ഞു കിടക്കുന്നു. മാഷ് ലെഡ്ജർ തുറന്നു നോക്കി. ഇന്നലെ കണ്ട പേജ് പൂർണ്ണമായും മാഞ്ഞിരിക്കുന്നു. ലെഡ്ജറിൽ 10 വർഷം മുമ്പത്തെ പഴയ കണക്കുകൾ മാത്രം. അതൊരു തോന്നലായിരുന്നോ, ഭ്രാന്തായിരുന്നോ? മാഷ് സ്വയം ചോദിച്ചു. പക്ഷേ മുറിയുടെ നടുവിൽ നിലത്ത് ഒരു തുള്ളി കറുത്ത റബ്ബർ കറ കട്ടിയായി കിടക്കുന്നു, ഒരു വലിയ തേനീച്ചയുടെ വലുപ്പത്തിൽ. അത് ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നില്ല. മാഷ് ആ കറ വിരൽ കൊണ്ട് തൊട്ടു. അത് തണുത്തുറഞ്ഞതായിരുന്നു. ഈ തോട്ടത്തിലെ കറയുടെ ഓരോ തുള്ളിക്കും ഒരു കഥ പറയാനുണ്ടെന്ന് മാഷിന് മനസ്സിലായി. അന്ന് വൈകുന്നേരം മാഷ് ഒരു തീരുമാനമെടുത്തു: തോട്ടം വിട്ടുപോവുക. ഇനി ഇവിടെ തുടരുന്നത് ആത്മഹത്യാപരമാണ്. അന്ന് രാത്രി തന്നെ പോകാൻ മാഷ് തീരുമാനിച്ചു. പക്ഷേ സൈക്കിൾ തോട്ടത്തിൻ്റെ ഗേറ്റിനടുത്താണ് വെച്ചിരുന്നത്. ആ ഗേറ്റ് വരെ നടന്നെത്തണം. മാഷ് തൻ്റെ കുറച്ച് വസ്ത്രങ്ങളും പണവും അത്യാവശ്യ സാധനങ്ങളും ഒരു സഞ്ചിക്കുള്ളിൽ വെച്ചു. രാത്രി 9 മണിക്ക് പോകാമെന്ന് തീരുമാനത്തിലെത്തി. കൃത്യം 8:30 മാഷ് വീണ്ടും ആ ശബ്ദം കേട്ടു. ടാപ്പിംഗ് ശബ്ദം. ഇത്തവണ ശബ്ദം വരുന്നത് ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടടുത്തുള്ള റബ്ബർ മരത്തിൽ നിന്നാണ്. മാഷ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടാണ്. ഒരു മിന്നാമിനിങ്ങിനെ പോലും കാണുന്നില്ല. അയാൾ ധൈര്യം സംഭരിച്ച് ടോർച്ച് എടുത്ത് പുറത്തേക്കിറങ്ങി. റബ്ബർ മരത്തിലേക്ക് ടോർച്ച് വെളിച്ചം അടിച്ചു. മരത്തിൻ്റെ തടിയിൽ ഒരു പുതിയ വെട്ട്. അതിൽ നിന്ന് പാൽ നിറത്തിലുള്ള കറ ഒഴുകുന്നു. അവിടെ ആരെയും കാണുന്നില്ല. മാഷ് മരത്തിന് ചുറ്റും നടന്നു. ഒരു കാൽപ്പാട് പോലുമില്ല. എന്തിനാണ് തന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഞാൻ പോകാൻ തീരുമാനിച്ചെന്ന് ഇതിനെങ്ങനെ മനസ്സിലായി? മാഷ് ചിന്തിച്ചു. മാഷ് തിരിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് നടന്നു. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. തൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ വാതിൽ, അത് അകത്തുനിന്ന് പൂട്ടിയതുപോലെ അടഞ്ഞു കിടക്കുന്നു. മാഷ് ഓടിച്ചെന്ന് വാതിലിൽ തട്ടി. വാതിൽ തുറക്കുന്നില്ല. അകത്തുനിന്ന് കുറ്റിയിട്ടതുപോലെ. ഇല്ല, ഞാൻ പോകുമ്പോൾ വാതിൽ പൂട്ടിയിട്ടില്ല. ഞാനങ്ങനെ പുറത്തു നിന്നുകൊണ്ട് അകത്തുനിന്ന് കുറ്റിയിടും. മാഷിൻ്റെ നെഞ്ചിൽ ഒരു ഭയം ഇടിമിന്നൽ പോലെ കടന്നുപോയി. അയാൾ തൻ്റെ കീശയിലെ താക്കോലെടുത്ത് പൂട്ടിൻ്റെ ദ്വാരത്തിലിട്ടു. താക്കോൽ തിരിയുന്നില്ല. ആ സമയം അകത്ത് തൻ്റെ മുറിയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. മാഷ് ചെവി കൂർപ്പിച്ചു. അത് പഴയ ചെരുപ്പുകൾ നിലത്ത് വലിച്ചിഴയ്ക്കുന്ന ശബ്ദമാണ്. ഇന്നലെ രാത്രി കേട്ട അതേ ശബ്ദം. മാഷ് ഭയന്നു വിറച്ച് വാതിലിൽ ശക്തിയായി തട്ടി. ആരാകത്ത്? വേഗം വാതിൽ തുറക്ക്, ഞാൻ പോലീസിനെ വിളിക്കും.
അകത്തുനിന്ന് മറുപടിയില്ല. പക്ഷേ ചെരുപ്പ് വലിച്ചിഴയ്ക്കുന്ന ശബ്ദം ക്വാർട്ടേഴ്സിൻ്റെ ജനലിൻ്റെ അടുത്തേക്ക് വരുന്നത് മാഷ് കേട്ടു. മാഷ് ജനലിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ജനൽ പാളികൾക്കകത്ത് ശക്തമായ ഇരുട്ട് മാത്രം. പക്ഷേ ആ ഇരുട്ടിനുള്ളിൽ ഒരു നിഴൽ രൂപം ചലിക്കുന്നത് മാഷ് കണ്ടു. വെളുത്ത കട്ടിയായ ഒരു രൂപം. ആ രൂപം ജനലിൻ്റെ ചില്ലിൽ തൻ്റെ ചൂണ്ടുവിരൽ വെച്ചു. ഒരു തണുത്ത സ്പർശം ചില്ലിലൂടെ മാഷിൻ്റെ കൈകളിൽ പതിച്ചു. അയാൾ വാ തുറന്ന് ഒരു വാക്ക് പറഞ്ഞു. മാഷേ, നിങ്ങൾ പോകണ്ട. ഈ തോട്ടത്തിലെ അവസാന റബ്ബർ മരം വീഴുന്നതുവരെ നിങ്ങളിവിടെ വേണം. ആ ശബ്ദം, അത് പഴയ മാനേജറുടെ ശബ്ദമാണ്. ചെട്ടിയാരുടെ വിശ്വസ്തനായ, ഈ തോട്ടത്തിൻ്റെ കണക്കുകൾ സൂക്ഷിച്ചിരുന്ന മാനേജറുടെ ശബ്ദം. മാഷ് നിലവിളിച്ച് പുറകിലേക്ക് വീണു. ടോർച്ച് നിലത്ത് വീണ് ഉരുണ്ടുപോയി. ആ ഇരുട്ടിനുള്ളിൽ തൻ്റെ സാധനങ്ങൾ വെച്ച സഞ്ചി മെല്ലെ നിലത്ത് നിന്നുയരുന്നത് മാഷ് കണ്ടു. അത് പറന്ന് ക്വാർട്ടേഴ്സിൻ്റെ അകത്തെ ഭിത്തിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. സഞ്ചിക്കുള്ളിലുണ്ടായിരുന്ന പൈസയും വസ്ത്രങ്ങളും മുറിയുടെ 4 ഭാഗത്തേക്കും ചിതറിപ്പോയി. ഇനി തനിക്ക് രക്ഷയില്ല. ഈ തോട്ടം ഒരു വലിയ കെണിയാണ്. ശ്രീധരൻ മാഷ് ക്വാർട്ടേഴ്സിന് പുറത്ത് നനഞ്ഞ മണ്ണിൽ തളർന്നിരുന്നു. അപ്പോൾ തോട്ടത്തിലെ റബ്ബർ മരങ്ങൾക്കിടയിൽ നിന്ന് 100 കണക്കിന് റബ്ബർ പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കുന്നത് പോലെ ഒരു കൂട്ട നിലവിളി ഉയർന്നു. അത് പേടിച്ച് നിലവിളിക്കുന്ന മനുഷ്യരുടെ ശബ്ദമായിരുന്നില്ല. അത് തൻ്റെ നഷ്ടപ്പെട്ട ലാഭത്തെ ഓർത്ത് ഒരു ആത്മാവ് അലമുറയിടുന്ന ശബ്ദമായിരുന്നു. അവിടെ ഇരുന്ന് മാഷ് തൻ്റെ ഓർമ്മകൾ അയവിറക്കി. എസ്റ്റേറ്റിൻ്റെ പൂട്ടലിന് കാരണമായ സത്യം. കണ്ണീർപ്പാടം എസ്റ്റേറ്റ് ആരംഭിച്ചത് ചെട്ടിയാരുടെ കുടുംബമാണ്. പക്ഷെ അവർക്ക് ഈ തോട്ടം ശാപമായി മാറി. 1970 ചെട്ടിയാർ തൻ്റെ എല്ലാ തൊഴിലാളികളോടും കരാർ പുതുക്കി. ഈ റബ്ബർ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ പങ്ക് ആർക്കും ലഭിക്കില്ല. ആ കറയുടെ ഉടമസ്ഥാവകാശം ചെട്ടിയാർക്ക് മാത്രം. ഈ നിയമം അംഗീകരിക്കാത്തവരോട് തോട്ടം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് വേലായുധൻ പ്രതിഷേധിച്ചത്. ഞങ്ങളുടെ വിയർപ്പ് ഈ മണ്ണിലുണ്ട്, കറ ഞങ്ങളുടേതു കൂടിയാണ്. വേലായുധൻ റബ്ബർ കറ മോഷ്ടിച്ചു വിറ്റു. ചെട്ടിയാർ അയാളെ തോട്ടത്തിലെ ഒരു മരത്തിൽ കെട്ടിയിട്ട് പുതിയ ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് അയാളുടെ നെറ്റിയിൽ വെട്ടി. എന്നിട്ട് പറഞ്ഞു, ഇനി ഈ തോട്ടത്തിലെ കറ നിന്റേതല്ല, എൻ്റെ ശാപമാണ്. അന്ന് മുതൽ തോട്ടത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. വേലായുധൻ്റെ ആത്മാവ് രാത്രികളിൽ കറ മോഷ്ടിക്കാൻ നടക്കുമെന്നും അതിനെ തടയാൻ വരുന്നവരെ കൊല്ലുമെന്നും കഥകൾ പറഞ്ഞു. പക്ഷെ മാഷ് ഇന്ന് കണ്ടത് വേലായുധനെയല്ല. അയാൾ കണ്ടത് റബ്ബർ കറയുടെ രൂപമാണ്. ആ റബ്ബർ കറയുടെ രൂപം വേലായുധൻ്റെ മരണശേഷം ചെട്ടിയാരുടെ മാനേജറായിരുന്ന രാഘവൻ നായരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാഘവൻ നായരാണ് യഥാർത്ഥത്തിൽ കണക്കിൽ കൃത്രിമം കാട്ടി തോട്ടം തകർക്കാൻ ശ്രമിച്ചത്. ലാഭം മുഴുവൻ അയാൾ സ്വന്തമാക്കി. ചെട്ടിയാർക്ക് നഷ്ടം മാത്രം നൽകി. അവസാനം ചെട്ടിയാർ രാഘവൻ നായരെ ചോദ്യം ചെയ്യാൻ ബംഗ്ലാവിലേക്ക് വിളിപ്പിച്ചു. ആ രാത്രി രാഘവൻ നായരെ ബംഗ്ലാവിൻ്റെ ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പക്ഷെ രാഘവൻ നായർ തൂങ്ങി മരിച്ചതല്ല, ചെട്ടിയാർ അയാളെ കൊന്നതാണ്. കൊലയ്ക്ക് ശേഷം രാഘവൻ നായരുടെ ശരീരം റബ്ബർ പാലിന്റെ ലായകത്തിൽ മുക്കി തെക്കുകിഴക്കൻ ബ്ലോക്കിലെ ഒരു വലിയ റബ്ബർ മരത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. കറ എന്റേത് എന്ന ആ സന്ദേശം അത് ചെട്ടിയാർ എഴുതിയതല്ല. അത് റബ്ബർ കറയുമായി ബന്ധപ്പെട്ട വേലായുധന്റെയും രാഘവൻ നായരുടെയും ഇപ്പോൾ കണ്ണന്റെയും പിന്നെ സുധാകരന്റെയും ആത്മാവുകൾ ചേർന്ന ഒരു കൂട്ടമാണ്. റബ്ബർ കറയെ സ്പർശിച്ച, അതിൽ നിന്ന് ലാഭം കൊയ്യാൻ ശ്രമിച്ച എല്ലാവരുടെയും അന്ത്യം ഈ തോട്ടത്തിൽ തന്നെയായിരുന്നു. മാഷിന്റെ ഓർമ്മകളിൽ ഒരു ഭീകരമായ സത്യം ഉദിച്ചു. രാഘവൻ നായരെ കുഴിച്ചിട്ട സ്ഥലത്തുള്ള അതേ മരം, അതാണ് താൻ ആദ്യം കണ്ട ടാപ്പിംഗ് വെട്ടുള്ള മരം. ആ മരത്തിൽ നിന്നാണ് ആദ്യമായി കറ ഒഴുകിയത്. അതോടെ ശ്രീധരൻ മാഷിന് ഒരു കാര്യം വ്യക്തമായി. ഈ പ്രേതങ്ങൾ റബ്ബർ കറ മോഷ്ടിക്കുന്നവരെ മാത്രമല്ല കൊല്ലുന്നത്, ഇതൊരു കണക്ക് തീർക്കലാണ്. മാഷ് ക്വാർട്ടേഴ്സിന്റെ ജനലിൽ ചെന്ന് അകത്തേക്ക് നോക്കി. തൻ്റെ മുറിയിലെ ഭിത്തിയിൽ റാന്തൽ വിളക്കിന്റെ നേരിയ വെളിച്ചത്തിൽ ഒരു പുതിയ എഴുത്ത്. അത് ഇന്നലെ കണ്ട കറ എന്റേത് എന്നതിനേക്കാൾ വലുതായാണ് എഴുതിയിരിക്കുന്നത്. അത് റബ്ബർ കറ ഉപയോഗിച്ച് വിരൽ കൊണ്ട് കോറിയിട്ടതുപോലെ. ലാഭമെവിടെ? കണക്ക് തീർക്കണം ഇന്ന് രാത്രി. മാഷിന്റെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് കടന്നുപോയി. ഇന്ന് രാത്രിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ക്വാർട്ടേഴ്സിനുള്ളിൽ നിന്ന് വീണ്ടും ചെരുപ്പ് വലിച്ചിഴയ്ക്കുന്ന ശബ്ദം കേട്ടു. ശബ്ദം വാതിലിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ വാതിലിന്റെ താഴെയുള്ള നേരിയ വിടവിലൂടെ വെളുത്ത റബ്ബർ പാൽ തറയിലേക്ക് ഒഴുകിയെത്തി. മാഷ് നിലവിളിച്ചു. ആ പാൽ പുറത്ത് മാഷിരുന്ന സ്ഥലത്തേക്ക് ഒഴുകിയെത്തി. അത് തണുത്തുറഞ്ഞതായിരുന്നു. മാഷ് എഴുന്നേറ്റ് ഓടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ ആ റബ്ബർ പാൽ നിലത്തുനിന്ന് ഒരു കയറ് പോലെ രൂപപ്പെട്ട് മാഷിന്റെ കാൽപാദത്തിൽ ചുറ്റിപ്പിടിച്ചു. അതൊരു തണുത്ത വഴുവഴുപ്പുള്ള കയറായിരുന്നു. മാഷ് നിലത്ത് വീണു. കാൽമുട്ടുകൾ തറയിലിടിച്ചു. വിടൂ, എന്നെ വിടൂ, ഞാൻ നിങ്ങളുടെ ആരുമല്ല, ഞാൻ ഈ തോട്ടത്തിൻ്റെ ലാഭമെടുക്കാൻ വന്നവനല്ല, മാഷലറി. പക്ഷേ ആ കയറുകൾ കൂടുതൽ ശക്തി പ്രാപിച്ചു. അത് മാഷിന്റെ കാലുകളെ ബന്ധിച്ചു. വാതിലിന്റെ കുറ്റി മെല്ലെ തുറന്നു.
വാതിൽ പൂർണ്ണമായും തുറക്കപ്പെട്ടു. മുറിക്കുള്ളിലെ ഇരുട്ടിൽ ആ റബ്ബർ കറരൂപം മാഷിനെ നോക്കി നിന്നു. കറരൂപത്തിൻ്റെ തലയുടെ സ്ഥാനത്ത് ഒരു കറുത്ത പാട മാത്രം. അതിൽ നിന്ന് രാഘവൻ നായരുടെ ശബ്ദം പോലെ ഒരു ശബ്ദം. നിങ്ങൾ ഈ തോട്ടത്തിൻ്റെ കാവൽക്കാരനാണ്. അപ്പോൾ കണക്ക് തീർക്കേണ്ടത് നിങ്ങളാണ്. ഏത് കണക്ക്? എനിക്കൊന്നും അറിയില്ല, മാഷ് കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു. ലാഭം, ഈ തോട്ടത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ലാഭം അതെവിടെ പോയി? ഞങ്ങളെ കൊല്ലിച്ച് ആ കറ കൈക്കലാക്കിയത് ആരാണ്? ആ ശബ്ദം ഒരു തേങ്ങൽ പോലെ മാഷിൻ്റെ ചെവിയിൽ തുളച്ചു കയറി. എനിക്കറിയില്ല, എന്നെ വിടൂ, മാഷലറി. ഉടനെ ആ രൂപം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടാപ്പിംഗ് കത്തി മാഷിൻ്റെ കഴുത്തിലേക്ക് വെച്ചു. കത്തിയുടെ വായ്ത്തലയിൽ നിന്ന് ഒരു തുള്ളി റബ്ബർ പാൽ താഴേക്ക് വീണു. നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ കണക്ക് എന്നും അവശേഷിക്കും. ഈ തോട്ടത്തിലെ ഓരോ മരവും നിങ്ങളെ ഓർത്ത് നിലവിളിക്കും. മാഷിൻ്റെ നെഞ്ചിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അയാൾ കറരൂപത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. കണ്ണുകൾ ഒരു കറുത്ത തുള. ഞാൻ പോവില്ല, ഞാനിവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. മാഷ് മരണത്തെ ഭയന്ന് സമ്മതിച്ചു. കറരൂപം മെല്ലെ ചിരിച്ചു. ആ ചിരിയിൽ റബ്ബർ പാൽ ഉണങ്ങുന്നതിൻ്റെ ശബ്ദമായിരുന്നു. കൊള്ളാം, നിങ്ങളിവിടെ ഉണ്ടാവും. ഇനി ഈ തോട്ടത്തിൽ ടാപ്പിംഗ് നടക്കും. ലാഭമുണ്ടാവും. പക്ഷെ അതാരും എടുക്കില്ല. ആ ലാഭം അതെൻ്റേതാണ്, എൻ്റെ സ്വന്തമാണ്. കറരൂപം ടാപ്പിംഗ് കത്തി താഴേക്ക് വെച്ചു. എന്നിട്ട് വാതിൽ മെല്ലെ അടച്ചു. വാതിലടഞ്ഞതിന് ശേഷം പുറത്തുണ്ടായിരുന്ന റബ്ബർ പാൽ കയറുകൾ മെല്ലെ അഴിഞ്ഞുപോയി. മാഷ് സ്വതന്ത്രനായി. പക്ഷെ ആ സ്വാതന്ത്ര്യം വലിയൊരു തടവറയുടെ തുടക്കമായിരുന്നു. ശ്രീധരൻ മാഷിന് മനസ്സിലായി, ഇനി ഈ തോട്ടം പൂർണ്ണമായും തുറക്കും, ടാപ്പിംഗ് നടക്കും. പക്ഷെ ആ കറയുടെ ഉടമസ്ഥാവകാശം ഈ പ്രേതത്തിനാണ്. ഇനി ഒരു തൊഴിലാളി പോലും ആ കറ മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ അന്ത്യം കണ്ണൻ്റേതുപോലെയാകും. മാഷ് നിലത്തു നിന്നും എഴുന്നേറ്റു. അപ്പോൾ ക്വാർട്ടേഴ്സിൻ്റെ അകത്തു നിന്ന് വീണ്ടും ആ ശബ്ദം. ടാപ്പിംഗ് കത്തി മരത്തിൽ വെട്ടുന്ന ശബ്ദം. ഇത്തവണ അത് ക്വാർട്ടേഴ്സിൻ്റെ ഭിത്തിയിലാണ് വെട്ടിയത്. മാഷ് വേഗം ജനലിൻ്റെ അടുത്തേക്ക് ചെന്നു. ജനലിൻ്റെ പുറത്ത് റബ്ബർ മരങ്ങൾക്കിടയിലൂടെ 100 കണക്കിന് റബ്ബർ പാത്രങ്ങൾ അണിനിരത്തി വെച്ചിരിക്കുന്നു. ഉണങ്ങിയ പാത്രങ്ങൾ. ആരാണവ അവിടെ കൊണ്ടുവച്ചത്? അവിടെ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് ഒരു പാത്രത്തിൽ നിന്ന് റബ്ബർ കറയുടെ നേർത്ത വെളുത്ത ധാര താഴേക്ക് ഒഴുകാൻ തുടങ്ങി. നാളെ മുതൽ ഈ തോട്ടത്തിൽ വീണ്ടും ടാപ്പിംഗ് തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും സാക്ഷി ഞാൻ മാത്രമാണ്. ശ്രീധരൻ മാഷ് നേരം വെളുക്കുന്നതുവരെ ക്വാർട്ടേഴ്സിൻ്റെ പൂമുഖത്തെ തണുത്തുറഞ്ഞ തറയിൽ റബ്ബർ പാൽ കയറുകളുടെ ഭീകരമായ ഓർമ്മയിൽ നിശ്ചലനായി ഇരുന്നു. കിഴക്കൻ മലകളിൽ സൂര്യൻ ഉദിച്ചെങ്കിലും റബ്ബർ മരങ്ങളുടെ കട്ടിയായ ഇലപ്പടർപ്പ് കാരണം ക്വാർട്ടേഴ്സിലേക്ക് വെളിച്ചം കടന്നു വന്നില്ല. ഇരുട്ടുമാറി, പക്ഷെ ഭയം മാറിയില്ല. പ്രഭാതമായപ്പോൾ വാതിലിൻ്റെ കുറ്റി സ്വയം തുറക്കപ്പെട്ടു. അകത്തുനിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. മുറിയിലേക്ക് കടന്ന മാഷ് കണ്ടത് തൻ്റെ ചിതറിക്കിടന്ന വസ്ത്രങ്ങളും പണവും ആരോ കൃത്യമായി മടക്കി പെട്ടിയിൽ വെച്ചിരിക്കുന്നതാണ്. ഭിത്തിയിലെഴുതിയ ലാഭം എവിടെ എന്ന സന്ദേശം മാഞ്ഞിരിക്കുന്നു. എല്ലാം സാധാരണ നിലയിൽ. വളരെ അസ്വാഭാവികമായ ഒരു സാധാരണത്വം. ഇന്നലെ രാത്രിയിലെ ഭീകരതയെല്ലാം ഒരു പേടി സ്വപ്നം പോലെ. പക്ഷെ മുറിയിലുണ്ടായിരുന്ന ചീഞ്ഞളിഞ്ഞ മാംസത്തിൻ്റെയും റബ്ബർ കറയുടെയും ദുർഗന്ധം മാഷിൻ്റെ മൂക്കിൽ അപ്പോഴും ഉണ്ടായിരുന്നു. ശ്രീധരൻ മാഷ് ക്വാർട്ടേഴ്സിൻ്റെ പുറത്തേക്കിറങ്ങി. പുറത്ത് കട്ടിയായ മൂടൽമഞ്ഞ്. ആ മൂടൽമഞ്ഞിൽ റബ്ബർ മരങ്ങൾ ഓരോന്നും പ്രേതങ്ങളെപ്പോലെ തോന്നി. ഇനി താൻ തോട്ടത്തിൻ്റെ കാവൽക്കാരനല്ല, താൻ ഈ തോട്ടത്തിൻ്റെ അടിമയാണ്. ആ റബ്ബർ കറയുടെ രൂപത്തിൻ്റെ ആജ്ഞാനുവർത്തി. അയാൾ തോട്ടത്തിൻ്റെ തെക്കുകിഴക്കൻ ബ്ലോക്കിലേക്ക് നടന്നു. ഇന്നലെ കണ്ട റബ്ബർ പാത്രങ്ങൾ എണ്ണമറ്റവയായിരുന്നു. തോട്ടം അടച്ചുപൂട്ടിയപ്പോൾ എടുത്തു കളഞ്ഞ ആയിരക്കണക്കിന് ചിരട്ടപ്പാത്രങ്ങൾ. അവയെല്ലാം എങ്ങനെയോ വൃത്തിയായി നിരയൊപ്പിച്ച് മരങ്ങളിൽ തൂക്കിയിരിക്കുന്നു. അതുമാത്രമല്ല, തോട്ടത്തിലെ റബ്ബർ ടാപ്പിങ്ങിന് ഉപയോഗിച്ചിരുന്ന പഴയ ഉപകരണങ്ങൾ, ടാപ്പിംഗ് കത്തികൾ, കറ ഒഴിക്കുന്ന പാത്രങ്ങൾ, ശേഖരണ ബക്കറ്റുകൾ എല്ലാം ഓരോ മരത്തിൻ്റെ ചുവട്ടിലും അടുക്കി വെച്ചിരിക്കുന്നു. റബ്ബർ ടാപ്പിംഗ് തുടങ്ങാൻ വേണ്ടതെല്ലാം തയ്യാർ. എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ച മായാജാലം. ആദ്യത്തെ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു വലിയ ബക്കറ്റ് നിറയെ പാൽ നിറത്തിലുള്ള റബ്ബർ കറ. അത് രാത്രിയിൽ സംഭവിച്ച ടാപ്പിങ്ങിൽ നിന്നുള്ളതാണ്. മാഷ് ബക്കറ്റിൽ തൊട്ടുനോക്കി. കറയ്ക്ക് അസഹനീയമായ തണുപ്പ്. അത് ഉണങ്ങാൻ തുടങ്ങിയിട്ടില്ല. മാഷ് ഒരു ടാപ്പിംഗ് കത്തി കയ്യിലെടുത്തു. കത്തി പഴയതാണെങ്കിലും അതിന് അമാനുഷികമായ മൂർച്ചയുണ്ടായിരുന്നു. ഇനി എനിക്ക് തുടങ്ങാം. ഈ ശാപത്തിൻ്റെ കണക്ക് ഞാൻ തീർക്കണം. ശ്രീധരൻ മാഷ് ടാപ്പിംഗ് തുടങ്ങി. വർഷങ്ങളുടെ പരിചയം മാഷിനുണ്ട്. ഓരോ വെട്ടും കൃത്യമായിരുന്നു. മരത്തിൽ നിന്ന് പാൽ ധാരയായി ഒഴുകി. തണുപ്പുള്ള പുലർക്കാലത്ത് റബ്ബർ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക താളമുണ്ട്. മാഷ് ഏകദേശം 10 മരങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ആ ഭീകരമായ സത്യം അയാൾ തിരിച്ചറിഞ്ഞത്.
താൻ ടാപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തുള്ള നിരയിൽ മറ്റൊരു ടാപ്പിംഗ് ശബ്ദം. മാഷ് തിരിഞ്ഞു നോക്കി. പക്ഷേ ആ നിരയിലെ മരങ്ങൾക്ക് പിന്നിൽ ആരെയും കാണുന്നില്ല. ആ ശബ്ദം നിലയ്ക്കുന്നില്ല. അതൊരു മനുഷ്യൻ വെട്ടുന്നത് പോലെ കൃത്യമായ താളത്തിലാണ്. മാഷ് തൻ്റെ ടാപ്പിംഗ് നിർത്തി. ആരാണവിടെ? എന്തിനാണ് നിങ്ങൾ ഒളിച്ചു നിന്ന് ടാപ്പ് ചെയ്യുന്നത്? മാഷ് ചോദിച്ചു. ശബ്ദമില്ല. ടാപ്പിംഗ് ശബ്ദവും നിലച്ചു. മാഷ് ടോർച്ചെടുത്തു. ആ മരങ്ങൾക്കിടയിലേക്ക് ചെന്ന് നോക്കി. മരത്തിൻ്റെ തടിയിൽ പുതിയ ടാപ്പിംഗ് വെട്ട്. മാഷ് വെട്ടിയതിനേക്കാൾ ആഴമുള്ളതും വലുതുമായ വെട്ട്. റബ്ബർ കറ അതിൽ നിന്ന് കുതിച്ചൊഴുകുന്നു. ഇത് ഞാനല്ല ചെയ്തത്. മാഷ് ഞെട്ടി. ഇത് ആ കറരൂപമാണ്. അത് എന്നോടൊപ്പം ജോലി ചെയ്യുകയാണ്. അതൊരു പേടിപ്പെടുത്തുന്ന ചിന്തയായിരുന്നു. താൻ തനിച്ചല്ല. തൻ്റെ തൊട്ടടുത്ത് തന്നോടൊപ്പം ആ അദൃശ്യനായ ഉടമസ്ഥൻ റബ്ബർ ടാപ്പിംഗ് നടത്തുന്നു. മാഷ് തിരികെ തൻ്റെ നിരയിലേക്ക് വന്നു. അയാളുടെ കൈകൾ വിറച്ചു. എങ്ങനെയൊരു പ്രേതത്തിൻ്റെ കൂടെ ജോലി ചെയ്യും? അയാൾ വീണ്ടും ടാപ്പിംഗ് തുടർന്നു. പേടി കാരണം മാഷിൻ്റെ വേഗത കൂടി. എത്രയും പെട്ടെന്ന് പണി തീർത്തു പോകണം. പക്ഷെ അടുത്ത മരത്തിൽ വെട്ടാൻ തുടങ്ങിയതും കറരൂപം വീണ്ടും തൻ്റെ സാന്നിധ്യം അറിയിച്ചു. അതൊരു പഴയ കണക്കെഴുത്ത് പുസ്തകത്തിൽ എഴുതുന്നതിൻ്റെ ശബ്ദമായിരുന്നു. ബംഗ്ലാവിൽ വെച്ച് മാഷ് കേട്ട അതേ ശബ്ദം വരുന്നത് മാഷിൻ്റെ പുറകിലുള്ള മരത്തിൽ നിന്നാണ്. മാഷ് ടാപ്പിംഗ് നിർത്തി തിരിഞ്ഞു നോക്കി. മരത്തിൻ്റെ തടിയിൽ ആരോ ഒരു ചെറിയ പലക വെച്ച് അതിൽ ലെഡ്ജർ വെച്ച് എഴുതുകയാണ്. എഴുതുന്ന ആളെ കാണുന്നില്ല. ആ എഴുത്തിൻ്റെ താളം മാഷിൻ്റെ ചെവിയിൽ തുളച്ചു കയറി. മാഷേ, കണക്ക് കൃത്യമായിരിക്കണം. ഒരു തുള്ളി കറ പോലും നഷ്ടപ്പെടരുത്. അത് നഷ്ടപ്പെട്ടാൽ അത് നിങ്ങളുടെ കണക്കിൽ കുറവുണ്ടാക്കും. ശബ്ദം കേട്ട് മാഷ് ഭയന്നു. ഈ കറരൂപം ഒരു സാധാരണ പ്രേതമല്ല. ഇതൊരു കണക്കെഴുതുന്ന, നഷ്ടപ്പെട്ട ലാഭത്തെ ഓർത്ത് പ്രതികാരം ചെയ്യുന്ന ഒരുതരം ശക്തിയാണ്. തൻ്റെ ജോലി ഈ ലാഭക്കൊതിയുള്ള ആത്മാവിനു വേണ്ടി വെറും കൂലിക്കാരനാവുക എന്നതാണ്. ഏകദേശം 11 മണിയായപ്പോൾ സൂര്യരശ്മി റബ്ബർ മരങ്ങൾക്കിടയിലൂടെ താഴേക്കെത്തി. മാഷ് റബ്ബർ ടാപ്പിംഗ് പൂർത്തിയാക്കി. ഇനി കറ ശേഖരിക്കണം. മാഷ് കറ ശേഖരിക്കാൻ തുടങ്ങി. ചിരട്ടപാത്രങ്ങളിലെ കറ അസാധാരണമാംവിധം കട്ടിയുള്ളതും ഭാരമുള്ളതുമായിരുന്നു. സാധാരണയായി റബ്ബർ കറയ്ക്ക് ഒരു പ്രത്യേക മണമുണ്ട്. പക്ഷേ ഈ കറയ്ക്ക് പഴയ തടിയുടെയും പുളിച്ച മണ്ണെണ്ണയുടെയും ഒപ്പം വളരെ നേർത്ത രക്തത്തിൻ്റെയും മണമായിരുന്നു. മാഷ് ആദ്യത്തെ ബക്കറ്റ് നിറയെ കറയെടുത്ത് ചുമന്നു. ബക്കറ്റിന് സാധാരണയുള്ളതിനേക്കാൾ ഇരട്ടി ഭാരം. ബക്കറ്റ് നിറച്ചപ്പോൾ അതിൻ്റെ ഭാരം മാഷിൻ്റെ തോളെല്ലുകൾക്ക് താങ്ങാനായില്ല. മാഷ് അത് നിലത്തേക്ക് വെച്ച് കിതച്ചു. അപ്പോഴാണ് കറരൂപം വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. ഇത്തവണ അതൊരു വെളുത്ത പുകമറ പോലെ റബ്ബർ മരങ്ങൾക്കിടയിൽ നിന്നു. മാഷിൻ്റെ അടുത്തേക്ക് വന്ന് ആ ശബ്ദം കേട്ടു. എന്താ മാഷേ, ഭാരം താങ്ങാൻ പറ്റുന്നില്ലേ? ഇത് ലാഭത്തിൻ്റെ ഭാരമാണ്, എൻ്റെ കറയുടെ ഭാരം. മാഷ് പേടിച്ച് ബക്കറ്റിലേക്ക് നോക്കി. ബക്കറ്റിൽ കട്ടിയായി കിടക്കുന്ന റബ്ബർ പാൽ. അതിൽ ഒരു ചെറിയ തുള്ളി ചുവന്ന നിറം കലർന്നതായി മാഷിന് തോന്നി. ഇതെന്താണ് ഈ കറയിൽ? മാഷ് ഉറച്ചു. ഇതെൻ്റെ കറയാണ്. ഈ മണ്ണിൽ വിയർപ്പും രക്തവും ചേർന്ന കറ. ആരെങ്കിലും മോഷ്ടിച്ചാൽ അതിൻ്റെ വില കൊടുക്കേണ്ടി വരും. മാഷിന് മനസ്സിലായി. ഈ കറയിൽ വേലായുധൻ്റെയും കണ്ണൻ്റെയും രാഘവൻ നായരുടെയും ആത്മാവുകൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഇത് വെറും റബ്ബർ കറയല്ല, ഇത് മരണത്തിൻ്റെ ദ്രാവകമാണ്. മാഷ് ബക്കറ്റുകളെടുത്ത് ക്വാർട്ടേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കറ അളക്കാനായി ഒരു പഴയ ത്രാസ് അവിടെ വെച്ചിരുന്നു. ക്വാർട്ടേഴ്സിൻ്റെ വാതിലിൽ ചെന്ന് മാഷ് ബക്കറ്റുകൾ നിലത്തുവെച്ചു. അവിടെ ആ കറുത്ത കറരൂപം കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കണക്ക് തുടങ്ങാം മാഷേ. 1 കിലോ പോലും കുറയാൻ പാടില്ല. ഒരു തുള്ളി പോലും കളയാൻ പാടില്ല. കറരൂപം ആജ്ഞാപിച്ചു. മാഷ് ഒരു ബക്കറ്റ് കറയെടുത്ത് ത്രാസിൽ വെച്ചു. അളവ് നോക്കി. കൃത്യം 25 കിലോ. ഇത് ഇന്നത്തെ കണക്ക്. 25 കിലോ കറ. ലാഭം 0. കാരണം ഇതാരും എടുക്കുന്നില്ല, മാഷ് പറഞ്ഞു. അപ്പോൾ കറരൂപം മെല്ലെ ചിരിച്ചു. നിങ്ങളുടെ കണക്ക് തെറ്റാണ് മാഷേ. ഈ റബ്ബർ കറ തൂക്കുന്നത് കിലോ കണക്കിലല്ല, ഇത് തൂക്കുന്നത് ആത്മാക്കളുടെ ഭാരമാണ്. മാഷ് ഞെട്ടിപ്പോയി. ആത്മാക്കളുടെ ഭാരമോ? അതെ. ഈ തോട്ടത്തിൽ ടാപ്പിംഗ് ചെയ്യുന്ന ഓരോ മരത്തിനും ഒരു വിലയുണ്ട്. ഓരോ മരവും ഒരു ആത്മാവിൻ്റെ കണ്ണീരാണ്. അതിൻ്റെ കണക്ക് നിങ്ങൾ എഴുതണം. കറരൂപം തൻ്റെ കൈകൾ ഉയർത്തി ബക്കറ്റിലേക്ക് ചൂണ്ടി. ബക്കറ്റിലെ കറ പെട്ടെന്ന് ഇളകാൻ തുടങ്ങി. അതിൽ നിന്ന് ഒരു ചെറിയ കുമിള ഉയർന്നു വന്നു. മാഷേ, ഈ 25 കിലോ കറയിൽ ഒരു ആത്മാവ് കുറവുണ്ട്. അത് ഇന്നലെ കണ്ട ആ പുതിയ വെട്ടിലെ കറ. അതിവിടെ കാണുന്നില്ല. ആരാണത് മോഷ്ടിച്ചത്? നിങ്ങൾ പറയണം. മാഷിൻ്റെ കണ്ണുകൾ ഭയം കൊണ്ട് നിറഞ്ഞു. താൻ ഇന്നലെ ബംഗ്ലാവിൽ കണ്ട ടാപ്പിംഗ് വെട്ടിലെ കറ അതെവിടെ പോയി? ഇല്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എനിക്കറിയില്ല. ആരും വന്നിട്ടില്ല. മാഷ് വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. നുണ പറയരുത്.
ഒരു തുള്ളി കറ പോലും ഈ തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. ആ കാണുന്ന കുറവ് അത് നിങ്ങൾ തീർക്കണം. കറരൂപം വാതിൽ തുറന്നകത്തേക്ക് കയറി. മാഷ് പേടിച്ച് പുറകെ നടന്നു. മുറിക്കുള്ളിൽ ചെന്ന് കറരൂപം ഒരു പഴയ കാർഡ്ബോർഡ് പെട്ടിയെടുത്ത് നിലത്തു വെച്ചു. ഇതെൻ്റെ കണക്ക് പുസ്തകമാണ് മാഷേ. ഈ കുറവ് നികത്താൻ നിങ്ങൾക്കൊരു അവസരം തരാം. ഈ പെട്ടിയിൽ ഒരു സാധനമുണ്ട്. അതുപയോഗിച്ച് വേണം ഇനി കണക്കെഴുതാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾ സ്വതന്ത്രനാകൂ. മാഷ് ഭയത്തോടെ പെട്ടിയിലേക്ക് നോക്കി. കറരൂപം പെട്ടിയുടെ അടപ്പ് തുറന്നു. അതിനുള്ളിൽ നിന്ന് വന്ന ദുർഗന്ധം മാഷിൻ്റെ ശ്വാസം നിലയ്ക്കാൻ കാരണമായി. അകത്ത് ഒരു റബ്ബർ കറയുടെ കട്ടിയായ പാളിക്കുള്ളിൽ ആരോ മടക്കി വെച്ച ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി. ആ കൈപ്പത്തിയിൽ ആരോ ടാപ്പിംഗ് കത്തി കൊണ്ട് ഒരു വെട്ടുവെച്ചിരിക്കുന്നു. മാഷ് നിലവിളിച്ചു, ഇതെന്താണ്? ഇത് കണ്ണൻ്റെ കൈപ്പത്തിയാണോ? അല്ല മാഷേ, ഇത് സുധാകരൻ്റെ കൈപ്പത്തിയാണ്. അവൻ ഈ കറ മോഷ്ടിക്കാൻ ശ്രമിച്ചു. അവൻ്റെ ആത്മാവ് ഈ കറയിൽ ലയിച്ചു ചേർന്നു. കറരൂപം മാഷിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഈ തോട്ടത്തിൽ നിന്ന് കറ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും കൈപ്പത്തി അത് നിങ്ങൾ ഇതിൽ വെക്കണം. അതാണ് ലാഭത്തിൻ്റെ കണക്ക്. മാഷിൻ്റെ തല കറങ്ങിപ്പോയി. കൊലപാതകിയാകാൻ ഈ പ്രേതം തന്നെ നിർബന്ധിക്കുകയാണോ? ഞാനില്ല, എന്നെ വെറുതെ വിടൂ, മാഷലറി. അപ്പോൾ കറരൂപം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടാപ്പിംഗ് കത്തി മാഷിൻ്റെ കയ്യിലേക്ക് വെച്ചു. ഇല്ല മാഷേ, നിങ്ങൾ ഇവിടെ തന്നെ വേണം. അല്ലെങ്കിൽ അടുത്തതായി ഈ പെട്ടിയിൽ വരുന്നത് നിങ്ങളുടെ കൈപ്പത്തിയായിരിക്കും. മാഷ് കണ്ണുകൾ അടച്ചു. തനിക്കിനി രക്ഷയില്ല. ഈ ഭീകരമായ തോട്ടത്തിൽ താൻ ഇനിയൊരു കൊലപാതകിയായി ജീവിക്കണം. ശ്രീധരൻ മാഷ് ആ കറരൂപത്തിൻ്റെ ഭീഷണിക്ക് വഴങ്ങി. ഇനി അദ്ദേഹത്തിന് ടാപ്പിംഗ് മാത്രമല്ല, കറ മോഷ്ടിക്കാൻ വരുന്നവരെ കൊലപ്പെടുത്തുക എന്നൊരു ഭീകരമായ ദൗത്യം കൂടിയുണ്ട്. ശ്രീധരൻ മാഷിൻ്റെ ക്വാർട്ടേഴ്സ് ഇനിയൊരു വീടല്ല, അത് ഒരു ശാപത്തിൻ്റെ കൽത്തുറങ്കായി മാറി. ടാപ്പിംഗ് കത്തി കയ്യിൽ വെച്ച് ചീഞ്ഞളിഞ്ഞ മനുഷ്യൻ്റെ കൈപ്പത്തിയുള്ള പെട്ടിക്ക് കാവലിരുന്ന ആ രാത്രി മാഷിന് ഉറക്കം പോലും ഒരു ആഡംബരമായി മാറി. കറയുടെ രൂപത്തിൻ്റെ വെളുത്ത കണ്ണുകൾ എപ്പോഴും തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. പിറ്റേന്ന് പുലർച്ചെ മാഷിന് ടാപ്പിംഗ് തുടങ്ങേണ്ടി വന്നു. തൻ്റെ കയ്യിലെ കത്തി ഒരുതരം കൊലയാളി ആയുധം പോലെയാണ് മാഷിന് അനുഭവപ്പെട്ടത്. ഓരോ വെട്ടും ഓരോ മരത്തിൻ്റെ കണ്ണീരൊഴുക്കലും തൻ്റെ ദുരിതത്തിൻ്റെ ആഴം കൂട്ടുന്നത് പോലെ തോന്നി. ഇപ്പോൾ താൻ തനിച്ചല്ലായിരുന്നു. മാഷ് വെട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത നിരയിലെ മരങ്ങളിൽ അദൃശ്യമായ ഒരു ടാപ്പിംഗ് കത്തി കൃത്യമായി പ്രവർത്തിച്ചു. ഇടയ്ക്ക് ആ കറുത്ത കറരൂപം ഒരു കട്ടിയുള്ള നിഴൽ പോലെ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ നീങ്ങും. അതിൻ്റെ കയ്യിൽ ലെഡ്ജർ പുസ്തകമുണ്ട്. തോട്ടത്തിലെ ലാഭത്തിൻ്റെ കണക്കല്ല, മറിച്ച് പാഴാക്കിയ വിയർപ്പിൻ്റെയും നഷ്ടപ്പെട്ട ആത്മാക്കളുടെയും കണക്കുകൾ കുറിക്കുന്ന ഒരു പുസ്തകം. മാഷേ, കറ ചിതറിപ്പോകരുത്. ഓരോ തുള്ളിക്കും വിലയുണ്ട്. ഇത് ശാപത്തിൻ്റെ കറയാണ്. കണക്ക് തീർക്കണം. കറരൂപത്തിൻ്റെ ശബ്ദം മാഷിൻ്റെ ചെവിയിൽ മാത്രം മുഴങ്ങി. മാഷ് റബ്ബർ കറ ശേഖരിക്കുമ്പോൾ ആ പാൽ നിറത്തിലുള്ള ദ്രാവകം തന്നെ നോക്കി നിശബ്ദമായി കരയുന്ന പോലെ അയാൾക്ക് തോന്നി. ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ കറരൂപം ത്രാസ് തയ്യാറാക്കിയിരുന്നു. ഇന്ന് 50 കിലോ കറ. അത് 2 ആത്മാക്കളുടെ ഭാരത്തിനു തുല്യമാണ്. കറരൂപം പറഞ്ഞു. ഇനി ഈ കറ ആരും എടുക്കാതെ സൂക്ഷിക്കണം. ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നാൽ നിങ്ങൾക്കറിയാമല്ലോ എന്ത് ചെയ്യണമെന്ന്. അന്ന് ഉച്ചയ്ക്ക് ശേഷം മാഷ് തൻ്റെ കിടക്കയിൽ തളർന്നു കിടന്നു. എങ്ങനെയെങ്കിലും ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടണം. ആരെങ്കിലും ഈ തോട്ടം വാങ്ങിയാൽ ശാപം മാറുമോ? അതുമാത്രമായി മാഷിൻ്റെ ചിന്തകൾ. കൃത്യം 3-ാം ദിവസം മാഷിൻ്റെ പേടി യാഥാർത്ഥ്യമായി. രാത്രി ഏകദേശം 11 മണി. പുറത്ത് കാറ്റു മാത്രം. മാഷ് ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ആ ശബ്ദം കേട്ടത്. ഒരു ചെറിയ തടി ശബ്ദം, ഒപ്പം 3 മനുഷ്യരുടെ അടക്കം പറച്ചിലുകൾ. സത്യം, ഇവിടെ നിറയെ കറയുണ്ട്. ആർക്കും വേണ്ടാത്ത കറ. ഇത് നമ്മൾക്കെടുക്കാം, ഒരാൾ പറഞ്ഞു. അവിടെ ഒരു കാവൽക്കാരനുണ്ട്, അയാൾ ഉറങ്ങിയിട്ടുണ്ടാകും, മറ്റൊരാൾ പറഞ്ഞു. അതെ, ടാപ്പിംഗ് പുനരാരംഭിച്ചതറിഞ്ഞ് കറ മോഷ്ടിക്കാൻ വന്ന 3 കള്ളന്മാർ. മാഷിൻ്റെ ശരീരം തണുത്തുറഞ്ഞു. ഈ 3 പേരെയും താൻ എങ്ങനെ കൊല്ലും? താൻ ഒരു കൊലപാതകിയല്ല. അപ്പോൾ മുറിയിലെ ഇരുട്ടിൽ കറുത്ത കറരൂപം മാഷിൻ്റെ അടുത്തേക്ക് നീങ്ങി. അതിൻ്റെ കണ്ണുകളിൽ തീക്ഷ്ണമായ ചുവപ്പ് വെളിച്ചം മിന്നി. കണ്ടോ മാഷേ, ലാഭമെടുക്കാൻ അവർ വന്നിരിക്കുന്നു. ഇനി കണക്ക് തീർക്കണം. കത്തിയെടുക്ക്. മാഷ് വിറച്ച് കട്ടിലിനടിയിൽ നിന്ന് ടാപ്പിംഗ് കത്തിയെടുത്തു. എനിക്ക് കഴിയില്ല. മാഷ് തേങ്ങി. നിങ്ങൾ പോയില്ലെങ്കിൽ അവർ കറ മോഷ്ടിക്കും. അപ്പോൾ നിങ്ങളിവിടെ കണക്ക് തീർക്കേണ്ടി വരും. കറരൂപം ഉറക്കെ അലറി. മാഷ് കത്തിയും കൈപ്പത്തിയുള്ള പെട്ടിയും എടുത്ത് ക്വാർട്ടേഴ്സിന് പുറത്തേക്കോടി. കള്ളന്മാർ തെക്ക് കിഴക്കൻ ബ്ലോക്കിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കറ ശേഖരിച്ചിട്ടുള്ളത്. മാഷ് ഇരുട്ടിലൂടെ നടന്നു.
റബ്ബർ മരങ്ങൾക്കിടയിലൂടെ കള്ളന്മാരുടെ ടോർച്ച് വെളിച്ചം കണ്ടു. അവർ തിടുക്കപ്പെട്ട് ചിരട്ടപാത്രങ്ങളിലെ കറ പ്ലാസ്റ്റിക് കന്നാസുകളിലേക്ക് മാറ്റുകയാണ്. നിൽക്ക്, കറയെടുക്കരുത്, മാഷ് ഉച്ചത്തിലലറി. മാഷിന്റെ ശബ്ദം കേട്ട് കള്ളന്മാർ ഞെട്ടി. അവർ ടോർച്ച് വെളിച്ചം മാഷിന്റെ നേർക്കടിച്ചു. മാഷോ, അയാൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഓടിക്കോ. കള്ളന്മാർ കന്നാസുകളെടുത്ത് ഓടാൻ തുടങ്ങി. മാഷ് അവരെ പിന്തുടർന്നു. ടാപ്പിംഗ് കത്തി കയ്യിൽ വെച്ചോടുമ്പോൾ മാഷ് ഒരു തീരുമാനമെടുത്തു. താൻ ഈ കള്ളന്മാരെ കൊല്ലില്ല, പകരം കറരൂപത്തിന്റെ അടുത്തേക്ക് അവരെ എത്തിക്കും. കള്ളന്മാർ ബംഗ്ലാവിന്റെ അടുത്തുള്ള പഴയ തകർന്നുപോയ റബ്ബർ ഷീറ്റ് ഉണക്കുപുരയുടെ അടുത്തേക്ക് ഓടി. അവിടെ വെച്ച് അവർക്ക് വഴി തെറ്റി. കട്ടിയായ റബ്ബർ ഇലകളും പടർപ്പുകളും കാരണം അവർ മുന്നോട്ട് പോകാൻ കഴിയാതെ നിന്നു. മാഷ് അവരുടെ അടുത്തേക്ക് എത്തി. കയ്യിലെ കത്തി കണ്ട് അവർ പേടിച്ചു. മാഷെ, ഞങ്ങളെ വെറുതെ വിട്, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, അവർ യാചിച്ചു. പോവാനോ? നിങ്ങളെടുത്ത കറ തിരികെ വെക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല, മാഷ് ഉറക്കെ അലറി. അപ്പോൾ ഉണക്കുപുരയുടെ ഇരുട്ടിൽ നിന്ന് ഒരു കറുത്ത നിഴൽ ഉയർന്നു വന്നു. അത് ആ കറരൂപമായിരുന്നു. നിൽക്ക്, കറ എൻ്റേതാണ്. നിങ്ങൾക്ക് ഈ തോട്ടത്തിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ അവകാശമില്ല. കറരൂപം ഉച്ചത്തിൽ പറഞ്ഞു. കള്ളന്മാർ പേടിച്ച് കന്നാസുകൾ താഴെയിട്ട് നിലവിളിച്ചു. കറരൂപം കള്ളന്മാരിൽ ഒരാളുടെ അടുത്തേക്ക് നീങ്ങി. കാറ്റിൻ്റെ വേഗത്തിൽ കള്ളൻ പേടിച്ച് പുറകിലേക്ക് ഓടി. ഇരുട്ടിൽ അയാൾ തകർന്ന ഉണക്കുപുരയുടെ മേൽക്കൂരയിലെ പഴയ ഇരുമ്പുകൊളുത്തിൽ തലയടിച്ചു വീണു. നിലത്തു വീണപ്പോൾ കള്ളൻ്റെ കഴുത്ത് ഒരു മൂർച്ചയുള്ള ലോഹത്തിൽ തട്ടി. കറ പോലെ ചുവന്ന രക്തം നിലത്ത് തളം കെട്ടി. കള്ളൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു വന്നു. മാഷ് ഞെട്ടിപ്പോയി. താനൊന്നും ചെയ്തില്ല. പ്രേതം കണക്ക് തീർത്തു. കറരൂപം മെല്ലെ ചിരിച്ചു. അത് ഭീകരമായ റബ്ബർ ഉണങ്ങുന്നത് പോലെയുള്ള ഒരു ശബ്ദമായിരുന്നു. കണ്ടോ മാഷേ, കണക്ക് തീർന്നു. ലാഭത്തിനു വേണ്ടി വന്നാൽ ഇതാണന്ത്യം. കന്നാസുകളിലെ കറയും മരിച്ചുപോയ കൂട്ടുകാരനെയും ഉപേക്ഷിച്ച് മറ്റ് കള്ളന്മാർ പേടിച്ച് കാടുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. കറരൂപം മാഷിന്റെ അടുത്തേക്ക് നീങ്ങി വന്നു. അത് മരിച്ച കള്ളന്റെ ശരീരത്തിൽ നിന്നും ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് കൈപ്പത്തി വേർപെടുത്തി. മാഷേ, കണക്കെഴുതൂ. ഈ കൈപ്പത്തി നഷ്ടപ്പെട്ട കറയ്ക്ക് പകരമായി എൻ്റെ പെട്ടിയിൽ വെക്കണം. ഇത് ഈ തോട്ടത്തിലെ അന്തിമമായ കണക്കാണ്. ശ്രീധരൻ മാഷിന്റെ ബോധം പോയിരുന്നു. അയാൾ കറരൂപം കൊടുത്ത കൈപ്പത്തിയെടുത്ത് വിറയ്ക്കുന്ന കൈകളോടെ പെട്ടിയിൽ വെച്ചു. സുധാകരന്റെ കൈപ്പത്തിയുടെ അടുത്തായി പുതിയ ഇരയുടെ കൈപ്പത്തി. ഇതാണ് സത്യം മാഷേ. ഈ തോട്ടത്തിലെ ഓരോ മരവും ഓരോ തുള്ളിക്കറയും ഇരയെ കാത്തിരിക്കുന്ന ഒരു കെണിയാണ്. ഈ ലാഭം ആർക്കും വേണ്ട, ഇതെൻ്റേതു മാത്രമാണ്. കറരൂപം പെട്ടി അടച്ച് അത് മാഷിന്റെ കയ്യിൽ കൊടുത്തു. ഇനി നിങ്ങൾ സ്വതന്ത്രനാണ്. നിങ്ങൾക്ക് പോകാം. പോകാമെന്നോ? മാഷ് ചോദിച്ചു. അതെ, പക്ഷേ ഈ കണക്ക് പുസ്തകം ഇത് നിങ്ങൾ സൂക്ഷിക്കണം. എപ്പോഴെങ്കിലും ഈ തോട്ടത്തിൽ റബ്ബർ കറയെടുക്കാൻ ആരെങ്കിലും വന്നാൽ നിങ്ങൾ ഈ കണക്ക് പുസ്തകത്തിലെ പേജുകൾ നിറയ്ക്കണം. ഈ തോട്ടം നിങ്ങളുടേതായി മാറിയിരിക്കുന്നു. ആ നിമിഷം മുതൽ ശ്രീധരൻ മാഷ് കണ്ണീർപ്പാടം എസ്റ്റേറ്റിന്റെ അധിപനായി. പക്ഷേ ഒരു ഭ്രാന്തനായ അധിപൻ. പുറം ലോകം മാഷിനെക്കുറിച്ച് മറന്നു. പക്ഷേ മഴയുള്ള രാത്രികളിൽ കോട്ടയം മലയോരത്ത് പോകുന്നവർ കണ്ണീർപ്പാടം എസ്റ്റേറ്റിന്റെ ഉൾഭാഗത്ത് നിന്ന് ടാപ്പിംഗ് കത്തി മരത്തിൽ വെട്ടുന്നതിൻ്റെ ശബ്ദം കേൾക്കാറുണ്ട്. അത് ശ്രീധരൻ മാഷാണ്. ഒറ്റയ്ക്ക് ഇരുട്ടിൽ തൻ്റെ കയ്യിലെ പേടിപ്പെടുത്തുന്ന പെട്ടിക്ക് കാവൽക്കാരനായി റബ്ബർ കറയുടെ രൂപമായി മാറിയ ഒരു മനുഷ്യൻ. മാഷ് ടാപ്പിംഗ് തുടരും. കാരണം ആ കണക്കിൽ ഇനിയും ഒരുപാട് പേരുടെ കൈപ്പത്തികൾ ചേർക്കാനുണ്ട്.